പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും കിങ്ഡം ട്രംപറ്റേഴ്സ് മിനിസ്ട്രീസിൻ്റെ നാമത്തിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിന മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ എല്ലാ മുഴങ്കാലും മടങ്ങുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. കാരണം ദൈവം ആ നാമത്തെ ഏറ്റവും അധികം ഉയർത്തി. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ മേലായ വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ആ നാവും, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ നാവും ഒരു നാള് ഏറ്റുപറയും യേശു ക്രിസ്തു മാത്രം കർത്താവ്. ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങും ആ നാമത്തിൻ്റെ മുൻപിൽ. എല്ലാ നാവും ഏറ്റുപറയും ഹല്ലേലൂയ, യേശു ക്രിസ്തു കർത്താവ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ് എന്ന് എവറി ടങ് വിൽ കൺഫെസ് വൺ ഡേ. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ, ആ നല്ല നാമത്തെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഇന്ന് രാത്രി, ഇന്ന് നമുക്ക് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. യേശു ഇമ്പമുള്ള നാമമേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരു ഗാനമായി യേശു ഇമ്പമുള്ള നാമമേ, എന്നാമതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗ്ഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗ്ഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുനാം. യേശു സൗഖ്യം നൽകും നാമമേ, യേശു വിടുതൽ നൽകും നാമമേ, യേശു പാപം മാറ്റും യേശു, യേശു ജീവനേകും നാമമേ. യേശു എന്ന നാമത്തിൽ മല നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നേ. യേശു നാമത്താൽ എന്ന നാമത്താൽ മല നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു വിശ്വാസോടെ സാത്താൻ മറഞ്ഞിടുമേ. യേശു എന്ന നാമമേ, യേശു വിജയമേകും നാമമേ, വിജയമേകും യേശു, യേശു ശക്തി നൽകും നാമമേ, ശക്തി നൽകും യേശു. ഞാൻ വഹിക്കുന്ന നാമമേശു. സ്വർഗ്ഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമം പാടാം രക്ഷയേകിടുവാൻ. സ്വർഗ്ഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗ്ഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല. കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ മറഞ്ഞിടുമേ, യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ,
യേശുവെന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശുവെന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശുവെന്ന നാമത്താൽ സാത്താൻ മറഞ്ഞിടുമേ. യേശു നാമം, യേശു യേശു വിജയമേകും യേശു യേശു ശക്തി നൽകും നാമമേ. യേശു ഞാൻ വഹിക്കുന്ന നാമം. യേശു തങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ യേശുവിൻ നാമം വിടുതലായി. യേശുവിൻ നാമം രക്ഷയായി. യേശുവിൻ നാമം ശക്തിയായി. യേശുവിനെ വീണ്ടെടുത്തു മധുരമരവശ. ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. ആരാധിക്കാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം ശുദ്ധിക്കായി. യേശുവിൻ രക്തം സൗഖ്യമായി. യേശുവിൻ രക്തം കഴുകലായി. യേശുവിനെ വീണ്ടെടുക്കുന്ന ദൈവം. യേശുവിൻ രക്തം ശുദ്ധിക്കായി. യേശുവിൻ രക്തം സൗഖ്യമായി. യേശുവിൻ രക്തം കഴുകലായി. യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടി സന്തോഷത്തോടെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും. എന്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനെ, സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ ഞാൻ പാടും. യേശുവിനെ എല്ലാ സാഹചര്യങ്ങളിലും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ ഒരു ബോധം ഇല്ല, കൈവിടത്തില്ല. ഒരു നാളും ഇല്ല. യേശു ഉള്ളതുകൊണ്ട് വിശ്വാസത്തോടെ യേശു എന്നോട് ഇരിപ്പതാൻ, യേശു എന്നോട് നടപ്പതാൻ, യേശു എന്നോട് വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ തകർന്നു പോവതില്ലേ. യേശുവിനോട് ഇരിക്കുന്നു. യേശു എന്നോട് നടക്കുന്നു. യേശു എന്നോട് വസിപ്പതാൻ വയ്ക്കപ്പെട്ട് പോവതില്ലേ. ഒരു ബോധം വെക്കപ്പെട്ടു പോവതില്ലേ. ഒരു നാളും വെക്കപ്പെട്ടു പോവതില്ല. യേശു ഉള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല, കൈവിടപ്പെട്ടു പോകത്തില്ല. വിശ്വാസത്തോടെ ഒരു നാളും ദൈവം എന്നെ കൈവിടുകയില്ല. നാളും വെക്കപ്പെട്ടു പോവതില്ലേ. യേശു എന്നോട് ഇരിപ്പതാൻ, യേശു എന്നോട് നടപ്പതാൻ, യേശു എന്നോട് വസിപ്പതാൻ വെക്കപ്പെട്ടു പോവതില്ലേ. എന്നോട് ഇരിപ്പതാൻ, യേശു എന്നോട് നടപ്പതാൻ, യേശു എന്നോട് വസിപ്പതാൻ വെക്കപ്പെട്ടു
போகவில்லை. ஹல்லேலூயா, 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 ஹல்லேலூயா. Amen. Hallelujah. 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 സ്തോത്രം സ്തോത്രം. ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായിട്ട് കർത്താവിനെ കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തുതി മുഴക്കിയാട്ടെ. ആമേൻ. സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യസ്രയുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യസ്ര 8:21 മുതൽ 23 വരെ ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതെ, നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ സ്തോത്രം, ഈ 3-ാം ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഉത്തരമായിട്ട് ദൈവം പറയുന്നത് എന്താ? അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോടുകൂടി യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാ എസ്രാ പുരോഹിതൻ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയത്? ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ആമേൻ. സ്തോത്രം. ഈ എസ്രാ പുസ്തകത്തിന്റെ രൂപരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്ര എന്ന് പറഞ്ഞാൽ എസർ എന്ന പദത്തിന്റെ അർത്ഥം സഹായം. ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ യഹോവ സഹായിക്കുന്നു എന്നാ. ആമേൻ. സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഈ എസ്രയും നെഹമ്യാവും ഒറ്റ പുസ്തകമായിട്ടാണ് ഈ എബ്രാ ബൈബിൾ കണക്കാക്കപ്പെട്ടിരുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടക്കി വരുത്തുന്നതായിട്ടാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതിൽ 2 ഘട്ടമായിട്ട് നമ്മൾ കാണുന്നു. ആമേൻ. സ്തോത്രം. 1-ാം ഘട്ടത്തിൽ സെരുബ്ബാബേൽ ആമേൻ. സ്തോത്രം ആലയത്തെ റീബിൽഡ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു പിന്നെയും പണിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. 2-ാം ഘട്ടത്തിൽ എസ്രാ പുരോഹിതനെ ദൈവം അധികാരം ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ 2 കാലഘട്ടത്തെ ആമേൻ. സ്തോത്രം വർഷത്തിലെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വർഷമായിട്ടാണ് ആമേൻ. സ്തോത്രം നമ്മൾ കാണുന്നത് ഈ പുസ്തകത്തിൽ. ആമേൻ. സ്തോത്രം. ഈ 60 വർഷത്തിന് ഇടയിലുണ്ടാ ആ ഗ്യാപ്പിന് ശേഷം അത്രേ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ആമേൻ. സ്തോത്രം. 2 ഘട്ടമായിട്ടത്രേ. ആദ്യം എന്താ ചെയ്തത്? ആമേൻ. സ്തോത്രം. ആലയം പണിയുന്നു. ആമേൻ. സ്തോത്രം. 2-ാമത്തെ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ആമേൻ. സ്തോത്രം. ആരാധന പുനഃസ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ആമേൻ. സ്തോത്രം, നാളുകളായി ആമേൻ. സ്തോത്രം ഈ ആലയം പണിക്കെതിരെ ആമേൻ. സ്തോത്രം വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു ശത്രുവുണ്ട്. ആമേൻ. സ്തോത്രം. അതെ, ബെന്യാമിനെതിരെ, യഹൂദക്കെതിരെ പോരാടുന്ന ഒരു ശത്രു അന്നും ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. സെരുബ്ബാബേല് ഈ ആലയം പണിയുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടി വരുമ്പോൾ ആമേൻ. സ്തോത്രം അവരുടെ എതിരെയുള്ള വൈരികൾ ഈ പണിയെ മുടക്കമിടുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഇന്നീ പകലിൽ ആമേൻ. സ്തോത്രം ഇന്ന് ഈ സന്ധ്യാസമയം ദൈവസഭയോടും വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളോടും പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. ആലയത്തിന്റെ പണി വൈരികൾ പലപ്പോഴായി ആമേൻ. സ്തോത്രം തടസ്സമിടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആമേൻ. സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പണി മറു സൈഡിൽ നടക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. നമുക്ക് അതിന്റെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ
നാലാം അധ്യായം 1-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു, പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമീന്റെ വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബാബേലിന്റെയും പിതൃ ഭവന തലവന്മാരുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ പണിയട്ടെ എന്ന് ചോദിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവർക്കും കയറി പണിയുവാൻ അനുവാദം ഉള്ള കാര്യമല്ല ആലയം പണി എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. കർത്താവ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. എല്ലാവരുടെയും വാക്ക് കേട്ട് കോംപ്രമൈസ് ചെയ്യരുത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇണയില്ല പിണ കൂടരുതെന്നത്രേ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് നടക്കുന്ന കാര്യമല്ല ഈ പണി എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. തിരുഹിതപ്രകാരം ദൈവവചനം അനുസരിച്ച് ദൈവഹിതപ്രകാരം നടക്കുന്നവർക്ക് അത്ര ഈ പണി പറ്റത്തുള്ളൂ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതെ, സെരുബാബേലും കൂടെയുള്ളവരും നോ പറഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു, പിശാചിന്റെ പ്രവൃത്തി പുറത്തു വന്നു, പണിയെ തടസ്സമിട്ടു. ആമേൻ, സ്തോത്രം. പണി മുടങ്ങുന്നതായി കാണുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പണിയാൻ പറഞ്ഞ ആരാ? കോരശ് രാജാവാ. കോരശ് രാജാവിന് ഫുൾ പവർ ഉള്ളപ്പോഴാ പണിയാൻ പറയുന്നത്. ആമേൻ, സ്തോത്രം. ആരാ കേട്ട് പണി തുടങ്ങിയത്? സെരുബാബേലും കൂടെയുള്ളവരും. ആമേൻ, സ്തോത്രം. പണി മുടക്കി. ആമേൻ, സ്തോത്രം. ശത്രു പണി മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മേഖലകളിൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ കേട്ടാട്ടെ. ആമേൻ, സ്തോത്രം. പണിയെ മുടക്കിയിട്ടുണ്ടോ? പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണോ നിങ്ങൾ നിൽക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി അതിനകത്ത് വെളിപ്പെടുവന്നേ. ആമേൻ, സ്തോത്രം. പണി ദൈവമാണോ ആരംഭിച്ചത്? ഒരു ശത്രുവിനും ആ പണിയെ മുടക്കുവാൻ സാധിക്കത്തില്ല. ആര് ഇനി എത്ര വൈരികൾ എത്ര ശക്തനായിരുന്നാലും സ്വർഗത്തിലെ ദൈവമാണോ നിനക്ക് അനുകൂലമെങ്കിൽ ആലയം പണി നടക്കും. ആമേൻ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? നാളുകളായി ആമേൻ, സ്തോത്രം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കോട്ടയത്ത് ഒരു ആലയം വേണം. ആമേൻ, സ്തോത്രം. അവിടെ ഒരു ആലയം വേണം, ഇവിടെ ഒരു ആലയം വേണം. പണിയെ തടസ്സമിടുന്ന ശത്രുവുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചില്ലേ നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ ഒരു ആലയം വരണമെന്ന്? ആമേൻ, സ്തോത്രം. അതെ, ആലയം പണിക്കാട്ട് ഹല്ലേലൂയ കരച്ചിലോടെ ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവഭൃത്യന്മാരെ, സെരുബാബേലന്മാരെ, യസ്രമാരെ, നിങ്ങൾക്കായി ഇന്ന് രാത്രിയിൽ ഒരു സുവാർത്ത വിളിച്ചു പറയാനുള്ളത്. ആമേൻ, സ്തോത്രം. പണി മുടങ്ങിപ്പോയതല്ല, ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ടാ ഒരു വിൽഡർനെസ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്തിനെന്നോ? ദൈവത്തിന്റെ നീതി അതിനകത്ത് വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാ. ആമേൻ, സ്തോത്രം. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരെന്ന് വിശ്വാസത്തോടെ സെരുബാബേൽമാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ നീതി ആ മണ്ഡലത്തിന്മേൽ വെളിപ്പെടുന്നു. ആമേൻ, സ്തോത്രം. പണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരെന്നെ കേട്ടുകൊണ്ടിരുന്നോട്ടെ. ആമേൻ, സ്തോത്രം. നിങ്ങളോടുള്ള ദൂത ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നത്. ആമേൻ, സ്തോത്രം. ബിസിനസ് മേഖലകളിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ആമേൻ, സ്തോത്രം. ജോലി മേഖലകളിൽ മേൽ ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്മേൽ വന്നിരിക്കുന്ന തടസ്സം എന്തെന്നോ? ആമേൻ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ബാക്ക്ഗ്രൗണ്ടിൽ ചില പണികളെ നിർത്തിക്കൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ, സ്തോത്രം. ഇതൊന്നും വൃഥാവായി പോകത്തില്ല. ആമേൻ, സ്തോത്രം. എത്ര ശത്രു എത്ര പ്രബലനായിരുന്നാലും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ രാത്രിയിൽ ചില പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില എസ്രമാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ കോട്ടയത്ത് ഒരു ആലയം വരണമെന്ന്. ആമേൻ, സ്തോത്രം. അതിന്റെ തറക്കല്ലിനെ സ്വർഗം ഇട്ടിരുന്നു. ആമേൻ, സ്തോത്രം. പല നാളുകളായിട്ട് ആമേൻ, സ്തോത്രം, ആഗ്രഹിച്ചു ഇപ്പൊ തുടങ്ങുമെന്നെല്ലാം പറഞ്ഞു വന്നതാ. പക്ഷെ അതിനെ പണി മുടക്കിയത് ആരാ? ആമേൻ, സ്തോത്രം. ശത്രുവാണെങ്കിൽ ആമേൻ, സ്തോത്രം, ശത്രു നാണിച്ചു പോകത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുക. ആമേൻ, സ്തോത്രം. ഈ 3-ാം ദിവസം പ്രാർത്ഥനയോട് ഉപവാസത്തോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്യന്മാരെ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഈ ദൂത ഏറ്റെടുത്താട്ടെ. ആമേൻ, സ്തോത്രം. ഈ എസ്രാ പുസ്തകത്തിലെ ആമേൻ, സ്തോത്രം, ഈ വേർഡ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ 1:3. ആമേൻ, സ്തോത്രം. അതെന്താ? നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ആമേൻ, സ്തോത്രം. ആമേൻ പറഞ്ഞ് ഈ വാക്തത്വ വചനം എന്ന് ഏറ്റെടുത്താട്ടെ. ആമേൻ, സ്തോത്രം. യഹോവയ്ക്ക് ആലയം പണിയട്ടെ എന്ന കർത്താവിന്റെ വചനം പറയുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നീതി വെളിപ്പെടുവാൻ പോവുക. എത്ര പേര് തിരിച്ചറിയുന്നു? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ 5-ാം വാക്യം വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 5:11 ഇങ്ങനെ പറയും, എന്നാൽ അവർ ഞങ്ങളോട്
ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രായേലിന്റെ മഹാരാജാവ് പണിതതായിരുന്നു. ചില പണികൾക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ നീതി അതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ പണി നിന്നുപോയത് പിന്നെയും കൽപ്പന പുറപ്പെടുവിക്കുന്നു. കോരേശ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച കൽപ്പനയെ മുടക്കിക്കളഞ്ഞ ശത്രുവിനെ അടുത്ത രാജാവ് വന്നപ്പോൾ, ദാര്യാവേശ് വന്നപ്പോൾ പണിയുവാൻ പിന്നെയും കൽപ്പന കൊടുക്കുന്നു. എങ്ങനാ? ശത്രു പല രീതിയിൽ ട്രാപ്പിലാക്കുവാൻ നോക്കിയിരിക്കുന്ന മണ്ഡലത്തിന്മേൽ ഓർഡർ വരിക. ദാര്യാവേശിന്റെ ഓർഡർ എന്താ വന്നത്? ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം 4 ഇങ്ങനെ വായിക്കുന്നു: വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിന്റെ ഭണ്ഡാരഗ്രഹത്തിൽ നിന്നും കൊടുക്കണം. ആമേൻ, സ്തോത്രം. രാജാവിന്റെ ഭണ്ഡാരത്തിൽ നിന്ന്. നമ്മളൊന്നും അറിയണ്ടാന്നേ, സ്വർഗത്തിന്റെ ദൈവം നമുക്കായി കരുതിയിട്ടുണ്ട്. ചില പണികൾക്കായിട്ട് നമ്മൾ ടെൻഷൻ പിടിക്കേണ്ട, സ്വർഗം കരുതിയിട്ടുണ്ട്. ഈ ഉപവാസത്തോടെ പ്രാർത്ഥനയുടെ 3-ാം ദിനം കേൾക്കുന്ന എന്റെ ദൈവഭൃത്യന്മാരെ, ആമേൻ, സ്തോത്രം, ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന ദൈവഭൃത്യന്മാരെ, നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. ആലയം പണി സ്റ്റക്കായി കിടക്കുന്ന അഭിഷിക്തന്മാരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള ദൂതാകുന്നു. സ്വർഗത്തിലെ ദൈവം പണി ആരംഭിച്ചിരിക്കുന്നു. ശത്രുവിനത് തടയുവാൻ സാധിക്കത്തില്ല. നിങ്ങൾ അതിനു വേണ്ടി, റിസോഴ്സിന് വേണ്ടി കാത്തിരിക്കേണ്ട. സ്വർഗത്തിലെ ദൈവം ഏലിയാവിന് കാക്കയെ അയച്ച് അവന് വേണ്ടുന്നതൊക്കെ കൊടുത്തതാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ചില കാക്കകളെ, യസ്രാമാരെ, സെരൂബാബന്മാരെ നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ഇനി ഒരു ശത്രുവിനും ഈ പണിയെ തുടങ്ങിയത് സ്വർഗമാണെങ്കിൽ, ഈ ആലയത്തിന്റെ പണിയെ തുടങ്ങിയത് സ്വർഗമാണെങ്കിൽ, ശത്രുവിന് ഇനി ഇടപാടുകളില്ല. ശത്രുവിന് ഇനി ഇടപാടുകളില്ല. വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടുകൂടി കാത്തിരിക്കുന്ന ദൈവപൈതലേ, ഇനി ഇടപാടുകള് എന്റെ ദൈവമായിട്ടാണ്. ഇടപാടുകൾ ദൈവമായിട്ടാണ്. സ്വർഗത്തിന്റെ ദൈവം ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ നീതി അതിനകത്ത് വെളിപ്പെടുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. അതിനകത്ത് വായിക്കുന്നത്, യഹൂദന്മാരുടെ ഈ ദേവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിന്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. അതെ, അതിന്റെ സ്ഥാനത്ത് തന്നെ. തെറ്റത്തില്ല. ദൈവം ഇടപെട്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റത്തില്ല. അതിന്റെ സ്ഥാനത്ത് തന്നെ ആലയം വന്നിരിക്കും. ആമേൻ, സ്തോത്രം. കോട്ടയത്തായിരുന്നാലും, കുണ്ട്രയായിരുന്നാലും, കൊല്ലത്തായിരുന്നാലും, കേരളത്തിൽ, ഇന്ത്യയിൽ എവിടായിരുന്നാലും അതിന്റെ സ്ഥാനത്താത്ര ആലയത്തെ ദൈവം കൊണ്ടുവരുന്നത്. ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ പടർന്ന് പന്തലിക്കട്ടെ, വരട്ടെ. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു ആലയം പണിക്കായി കാത്തിരിക്കുന്ന അഭിഷിക്തന്മാരെ, ആമേൻ, സ്തോത്രം, നിങ്ങളോടുള്ള ദൂതാകുന്നു. ചിലത് കർത്താവ് ബാക്ക്ഗ്രൗണ്ടിൽ പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല. അവൻ സെരൂബാബേലിന്റെ ദൈവമാ. അവൻ സെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെയുള്ള എത്ര വലിയ വിഷയമായിരുന്നാലും ആ ദുർഘടങ്ങളെ സ്വർഗത്തിന്റെ ദൈവം, ഹല്ലേലൂയ, മൈക്രോ സെക്കൻഡുകൾക്കകം, ആമേൻ, സ്തോത്രം, നിഷ്ഫലമാക്കി സ്വർഗത്തിന്റെ ദൈവം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. ആമേൻ, സ്തോത്രം. അവൻ ചിലത് ഈ രാത്രിയിൽ നമ്മൾക്കായി, എനിക്കായി, നിങ്ങൾക്കായി പണിതുകൊണ്ടിരിക്കുക. ഈ ഉപവാസത്തിന്റെ ഈ 3-ാം ദിനത്തിൽ ചില പണികൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വായിച്ച വചനഭാഗത്തിലേക്ക് പിന്നെയും കടന്നു വരുവാം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിനരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അതെ, ഈ യാത്രയ്ക്കായി, ഈ ആലയം പണി കഴിഞ്ഞതിന് ശേഷം എസ്രാ പറയുന്നതാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആരാധന റീബിൽഡ് ചെയ്തതിനു ശേഷം, അതെ, ചർച്ച് റീബിൽഡ് ചെയ്തതിനു ശേഷം എസ്രാ പറയുന്നതാണ്, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ചില പ്രവൃത്തികൾക്കായിട്ട് നന്ദി പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ ദൈവിക സംരക്ഷണത്തിലേക്ക് ഏൽപ്പിച്ചു, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പറഞ്ഞാട്ടെ. ഈ 3-ാം ദിനത്തിൽ ദൈവത്തിന്റെ സംരക്ഷണം ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന വ്യക്തികളുടെ മേൽ, ഹല്ലേലൂയ, വ്യക്തിപരമായിട്ടായിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സംരക്ഷണം ഇന്ന് പകലിൽ മൂടിയിരിക്കുക. ആമേൻ, സ്തോത്രം. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. സ്വർഗം ഇന്ന് രാത്രിയിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. തുടർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. സ്തോത്രം. ശക്തിയാലെ അല്ല, ദൈവത്തിനാത്മശക്തിയാലത്രേ. മുതലിൽ കർമ്മേൽ മലമുകളിൽ ഏലിയാവെ പോലെ ഞാൻ, കർമ്മേലിൻ മലമുകളിൽ ഏലിയാവെ
യോശുവയെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോൾ ഉത്തരം നൽകിയിടുമേ. ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോൾ തീ കൊണ്ടു തരം അരുളിടുമേ. ബാബേലിൻ മുൻപിലെ പർവ്വതമേ നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാൽ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാൽ. പൗലോസിനെ പോലെ ഞാൻ കാരാഗ്രഹത്തിൻ നടുവിൽ പൗലോസിനെ പോലെ ഞാൻ ശക്തിയാലെ ആരാധിച്ചിടുമ്പോൾ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ. ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോൾ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ. ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോൾ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ. സെറുബാബേലിൻ പർവ്വതമേ നീ ആയിടും യേശുവിന്റെ സേനകൾ. പ്രിയമക്കൾ പ്രിയമക്കൾ നാമല്ലു ജയം നമുക്ക്. പ്രിയമക്കൊണ്ട് യേശുവിൻ സേനകൾ നാം ജയം മറന്നുപോകരുത്. ജയം നമുക്കാണ്. ഓ യേശു പ്രിയമക്കളാണ്. പ്രിയമക്കൾ നാമല്ലു ജയം നമുക്കുണ്ട്. പരാജയമില്ല, പരാജയമല്ല. ആശയ്ക്കു വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടു കൂടെ. ഇല്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടു കൂടെ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം ഏൽപ്പിക്കും തൻ കയ്യിൽ സകലത്തെ. സൃഷ്ടിക്കും ഒരുവിധ ചിലതില്ലാത്തതിനെ ഉള്ളതുപോലെ ഏൽപ്പിക്കും സകലത്തെയും. സൃഷ്ടിക്കും അവൻ കൂടാം. വിശ്വാസത്തോടെ പറയാം, സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവം സകലത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാം. സൈന്യത്താലെ അല്ല ദൈവത്തിന്റെ ആത്മശക്തിയാൽ. സൈന്യത്താലെ മനുഷ്യശക്തിയല്ല, മനുഷ്യ പ്രവൃത്തിയല്ല, ആത്മശക്തിയാലത്രേ. ത് സ്ഥിരമല്ലെന്നറിയുക, നേരം കൊണ്ടത് നീങ്ങിടുമല്ലോ. കഷ്ടതയുണ്ടത് സ്ഥിരമല്ലെന്നറിയുക, നേരം കൊണ്ടത് നീങ്ങണം. പരിഹാരമുണ്ട് എല്ലാ ശോധനകൾക്കും സർവശക്തൻ നിനക്കരികിന്റെ അരികിലുണ്ട്. പരിഹാരമുണ്ടെല്ലാ ശോധനകൾക്കും അരികിലുണ്ട്. വിശ്വസിക്കുന്നവർ എല്ലാ ശോധനകൾക്കും ഒരു പരിഹാരം. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലത്രേ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല. ഏത് കാര്യമാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, ഇതാ എന്റെ ശക്തി കൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷെ ദൈവശക്തിയാൽ എനിക്കെല്ലാം സാധ്യമാണ്. ശാരീരികമായ ക്ഷീണങ്ങൾ വിട്ടുമാറും, മാനസികമായ വിഷയങ്ങളുടെ ദൈവം പ്രവർത്തിക്കും, വഴികളെ ദൈവം തുറക്കും. ജയമുണ്ട്. ഒരു പുതുവഴി കർത്താവ് തുറക്കും. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വീണ്ടും വരുന്നവനായ സർവശക്തനായ സ്നേഹനിധിയായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അറിയിപ്പാനിടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. 3 ദിവസം ഉപവാസമായി കർത്താവിൻ്റെ സന്നിധിയായിരിക്കാൻ, 3-ാം ദിവസത്തിലേക്ക് വീണ്ടും ഉപവാസത്തോടെ കടന്നു വരുവാൻ
ദൈവടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേലുള്ള ദൈവപ്രവൃത്തികൾ ഇത് മുഖാന്തരം വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നടക്കുന്ന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിത്യതയുടെ അവകാശിയായി തീരുവാൻ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ, ദൈവിക വിശുദ്ധീകരണങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങൾ കടന്നു വരുവാൻ എല്ലാം കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരെയും വ്യക്തിപരമായി അറിയുന്നില്ലെങ്കിലും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം നമ്മൾ കേട്ടു, വചനം കേട്ടു. ഈ ദിവസങ്ങളിലും ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കും. ദൈവം തുടങ്ങിയ പ്രവൃത്തികൾ അതിനെ പൂർത്തീകരിക്കുവാൻ കർത്താവ് ഇടയാക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറയ്ക്കുവാൻ ദൈവം ഇടയാക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് 1 യോഹന്നാൻ 3:8 നമുക്ക് വായിക്കാം. ലേഖനം: പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് വചനത്തിന് ആധാരമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. തിരുവചനം പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്കപ്പുറം പ്രത്യക്ഷനായതിൻ്റെ ഒരു കാരണമാണ് അല്ലെങ്കിൽ പ്രധാന കാരണമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അതിനുവേണ്ടി തന്നെയാണ് ദൈവപുത്രൻ മനുഷ്യനായി പ്രത്യക്ഷനായത്. ഇല്ലെങ്കിൽ ഇവിടെ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, എല്ലാം നന്നായിരുന്നുവെങ്കിൽ. എന്നാൽ ദൈവജനത്തെ വിടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. അതിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പിശാചിൻ്റെ പ്രവൃത്തികളെ അത് ആർക്കും നല്ലത് വരുവാൻ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ ശത്രു, അല്ലെങ്കിൽ മനുഷ്യനല്ല, പൈശാചിക മണ്ഡലം. പക്ഷേ വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ ദൈവം മനുഷ്യന് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ, മനുഷ്യ നിത്യത ഒരുക്കിയപ്പോൾ ശത്രുവായവൻ അവന് മരണമാണ് കൊണ്ടുവന്നത്. അപ്പോൾ യേശുക്രിസ്തു വന്നത് ഏതെങ്കിലും തലത്തിൽ പൈശാചികമായ മണ്ഡലം ഒരു കെട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ബന്ധിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധനത്തെ അഴിച്ചു മാറ്റുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ബന്ധനമെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഓർത്ത് അതിനെ ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന തലങ്ങളിലുള്ള അപ്പുറത്ത് ദൈവം നമ്മളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കഴിയുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് യേശു വന്നത്. സ്തോത്രം. നമ്മളെ സ്നേഹിച്ചത് നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ലോകത്തില്ല. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, പ്രശസ്തിയുണ്ട്, ഹല്ലേലൂയ, എല്ലാമുണ്ട്. പക്ഷേ കൂട്ടിലിട്ട കിളിയെ പോലെ, സ്വർണ്ണ കൂട്ടിലിട്ട ഒരു നല്ല ഭംഗിയേറിയ തത്തയെ ആ കൂട്ടിൽ എത്ര നാളിട്ടാലും അതിൻ്റെ ഒരു സന്തോഷമില്ല. പക്ഷേ അതിനെ പുറത്തേക്കൊന്ന് വിട്ടാൽ അത് അല്പം പുറമേ കുറച്ച് മോശമാണെങ്കിലും ആമേൻ ചില മരങ്ങളുടെ ചില്ലകളിലൊക്കെ പോയിരിക്കുമ്പം അവിടെയൊക്കെ ഒരു പക്ഷേ പൊടിയും ചെളിയുമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇന്ന് പലർക്കും പലതും ജീവിതത്തിലുണ്ട്, പക്ഷേ അകമേ ഒരു സ്വാതന്ത്ര്യമില്ല. സ്തോത്രം. ആ സ്വാതന്ത്ര്യം
ഇതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. യേശുക്രിസ്തു വന്നപ്പോൾ ആദ്യമായി യേശുക്രിസ്തു പ്രസംഗിക്കുന്ന പ്രസംഗം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിന് 1-ാം വാക്യമാണ്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. സ്തോത്രം. അവിടെ കർത്താവ് ആദ്യത്തെ പുസ്തകത്തിൻ്റെ ചുരുൾ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ മനുഷ്യനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായി ഒരു പബ്ലിക് മിനിസ്ട്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ജനം അറിയുന്നതിന് മുഖാന്തരമായി ആദ്യമായി യേശു സുവിശേഷം പ്രസംഗിക്കുന്നത് ആ വേദഭാഗമാണ്. ഇത് കിട്ടിയെങ്കിൽ നമുക്കറിയാവുന്ന പലരും ഇതിനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദത്തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, അത് പ്രവചന ദൂതിലൂടെ യേശയ്യാ പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പ്രവാചകനിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. കർത്താവ് ഇത് പറഞ്ഞിട്ടാണ് പുസ്തകം അടയ്ക്കുന്നത്. ചുവടുള്ള നിവർത്തിയിട്ട് പറഞ്ഞ് ഇന്നത് നിവർത്തിയായിരിക്കുന്നു. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ അവിടെ ജൂബിലി ഇയർ എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ യഹൂദന്മാർക്കൊരു ജൂബിലി ഇയർ ഉണ്ട്. ആ ജൂബിലി ഇയറിലാണ് കടഭാരമുള്ളവരെ എല്ലാം സ്വതന്ത്രരാക്കുക. സ്തോത്രം. അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് 50 വർഷം കഴിയുമ്പോൾ അതാണ് ജൂബിലി ഇയർ. അതിനെപ്പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അത് ഭൗതിക മണ്ഡലത്തിലല്ല, ആത്മീയ മണ്ഡലത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. സ്തോത്രം. ഇന്ന് പലരും പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറയുമ്പോൾ അത് സാമ്പത്തിക മണ്ഡലത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. യേശു ക്രിസ്തു വന്നത് ജനത്തെ ആശ്വസിപ്പിക്കാൻ, ജനത്തെ വിടുവിക്കാൻ. ജനത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ സുവിശേഷം പറയാതിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് അത്ര അധികമായിട്ട് നമ്മളെ സ്നേഹിച്ചു. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടതയും ദുഃഖവും പരിഹാസവും നിന്ദയും ഒക്കെ കണ്ട് സന്തോഷിക്കുന്നവർ വിശ്വാസികളല്ല. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടാൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യം അനേകർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ദൈവം അഭിഷേകം ചെയ്ത് കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വന്നത് ഈ ഒരു കാര്യം ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും അനേക കാര്യങ്ങളാണ് പറഞ്ഞിട്ട് തടവുകാർക്ക് വിടുതൽ കൊടുക്കുവാൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിടുതലിൻ്റെ കാര്യമാണ്, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം. വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഞാൻ പലരെയും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കർത്താവിനെ അറിയാത്തവർ പല രീതിയിലുള്ള സാഹചര്യങ്ങളുടെ, മാനസിക പ്രശ്നങ്ങളുടെ, പൈശാചികമായ ബന്ധനത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ, ഭാരത്തിൽ, കുടുംബ പ്രശ്നങ്ങളിൽ കിടന്ന് ഞരങ്ങി പലപ്പോഴും തകർന്നു പോകുന്ന ജീവിതങ്ങൾ മുമ്പിൽ കാണുമ്പോൾ പലപ്പോഴും ഈ സുവിശേഷം അറിയിക്കാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചിലരോടെങ്കിലും ഒക്കെ പറയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായി ഈ കർത്താവിനെ ഏറ്റെടുത്താൽ, പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ തീരുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഈ യേശുക്രിസ്തുവിനെ അറിയുവാനും ഈ സ്വാതന്ത്ര്യം, ഈ സന്തോഷം അനുഭവിക്കുവാനും സമ്മതിക്കാത്ത ഒരു മണ്ഡലം ഈ ഭൂമിക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് കെട്ടുവാനല്ല. അവിടെ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ കർത്താവ് വന്നിരിക്കുന്നത് അവൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. എവിടെയെങ്കിലും കെട്ടിയെങ്കിലും അതിനെ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏത് ടൈപ്പ് കെട്ടിയാലും, ഊരാ കുരുക്കുകളുണ്ടെങ്കിലും, എത്ര വലിയ കടുങ്കെട്ടാണെങ്കിലും, എത്ര വലിയ ബന്ധനമാണെങ്കിലും, വിശ്വാസയുടെ എത്ര വരുന്ന രാത്രി എന്ന് പറയും, അതിനെ അഴിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്.
ഇന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വാസം ഏറ്റെടുക്കണം. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ എവിടെയെങ്കിലും ശത്രു കെട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആമേൻ സ്തോത്രം, അത് ശത്രുവിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ അത് കർത്താവ് അതിനെ അഴിച്ചിരിക്കും. യേശു പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് പറയാൻ സാധിക്കും. യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10:10 കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, മോഷ്ടിപ്പാനും എന്തിനാണ് യേശു വന്നത്? ബന്ധനങ്ങളെ അഴിക്കാനാണ്. യേശു വന്നത് സ്വാതന്ത്ര്യം നൽകുവാനാണ്. യേശുക്രിസ്തു വന്ന ജീവിതങ്ങൾക്ക് അർത്ഥം കിട്ടുവാനാണ്. യേശുക്രിസ്തു വന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശ കിട്ടുവാനാണ്. ഈ ഭൂമിയുടെ ജീവിതം അവസാനിച്ചാലും ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്നൊരു നിത്യ സന്തോഷമുണ്ടെന്നും ദൈവജനത്തിന് കൊടുക്കേണ്ട സദ്വാർത്തയാണ്, അത് അറിയിപ്പാനാണ് കർത്താവ് വന്നത്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ, അവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് നിർത്തുന്നത്. അവിടെ കർത്താവിൻ്റെ അവിടെ സ്വാതന്ത്ര്യം അറിയിപ്പാനും പ്രതികാര ദിവസം അതിന് തൊട്ടപ്പുറത്ത് കർത്താവ് നിർത്തുകയാണ്. പ്രസാദ വർഷവും നമ്മുടെ പ്രസാദ വർഷം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പുസ്തകം അടച്ചു. പക്ഷെ പ്രതികാര ദിവസത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ പോകുന്ന ദൈവസഭയാണ്. കർത്താവിൻ്റെ ഒരു ദിവസം വരാൻ പോവുകയാണ്. പക്ഷെ അതിനപ്പുറത്ത്, അതിൻ്റെ ഉള്ളിൽ ആമേൻ നമുക്ക് പ്രത്യാശ നൽകുവാൻ വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥം നൽകുവാൻ വേണ്ടി കർത്താവ് വന്നു. യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയായി, ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല മൂത്ത സഹോദരനായി, എൻ്റെ ഒരു നാഥനായി കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിലെയും കർത്തൃത്വം, അതിനകത്ത് ഒന്നും മാറ്റിവെക്കാൻ കഴിയത്തില്ല. അത് നമ്മുടെ കർത്താവിനുള്ളതാണ്. എന്തെങ്കിലും മാറ്റിവെച്ചാൽ കർത്താവാകത്തില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ കർത്താവായി തീരണമെങ്കിൽ നമ്മുടെ സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങൾ, നമുക്ക് ആ യേശുവിൻ്റെ കരങ്ങൾ കൊടുത്താൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ഏറ്റെടുക്കും. ഇന്ന് ദൈവത്തിന് സോൾവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വിഷയമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിനുമേൽ ഈ ദിവസങ്ങളിൽ ആമേൻ മറുപടി അയക്കും. എത്ര വലിയ ആമേൻ ബന്ധനം, എത്ര വലിയ കെട്ടാണെങ്കിലും, ശത്രു എത്ര ശക്തമായി പ്രവർത്തിച്ചാലും അതിനെ ഈ ദിവസങ്ങളിൽ എന്നെ അതിനകത്ത് പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവമുണ്ട്. അപ്പോൾ പൈശാചിക മണ്ഡലം വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 10:10 മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു വന്നു. ദൈവം ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ ദൈവം ഇതിനകത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൻ്റെ മേൽ ഒരു നല്ല പ്രവൃത്തിയെ തുടങ്ങിയിട്ടുണ്ട്. അത് കർത്താവിൻ്റെ ദിനത്തിൽ കർത്താവ് പൂർത്തീകരിക്കും. പക്ഷേ ആ നല്ല പ്രവൃത്തിയെ തടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടമണ്ഡലമുണ്ട്. പേടിപ്പിക്കാനല്ല, ഇതൊരു സത്യമാണ്. സ്തോത്രം. ആരും ഈ മണ്ഡലത്തിൽ, ഈ പൈശാചിക മണ്ഡലത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഞാൻ അതെ, ദൈവത്തിന് ഏദൻ പർദീസയിൽ ആദ്യം ആദാമായി, രണ്ടാം ആദാമാണ് യേശുക്രിസ്തു. അപ്പോൾ ആദ്യത്തെ ആദാം ഏദൻ പർദീസയിൽ ഉണ്ടായിരുന്നപ്പോൾ സ്ത്രീയെ ഉപായത്താൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ ആ വഞ്ചനയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സർപ്പത്തിലൂടെ പൈശാചിക മണ്ഡലമായിരുന്നു. അതേ, അവിടെ കൺമോഹം, ജനമോഹം, ജീവൻ്റെ പ്രതാപം 3 തലങ്ങളിൽ അവർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അന്ന് വരേക്കും അവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ചൂടില്ലായിരുന്നു, മഴയില്ലായിരുന്നു, ഒരു ജലദോഷം പോലും ഇല്ലായിരുന്നു. സ്തോത്രം. അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവമായിട്ട് നല്ല കണക്ഷനുണ്ട്, നല്ല റിലേഷൻഷിപ്പുണ്ട്. ദൈവമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമുക്ക് ചിന്തിക്കാനോ വിഭാവനോ ചെയ്യാനോ കഴിയാത്ത ചിലതാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയത്. പക്ഷേ അവിടെ പിശാച് കടന്നു വന്നത് അറുപ്പാനാണ്, മോഷ്ടിപ്പാൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ടു കിൽ, അല്ലേ, കൊല്ലുവാനും കവർ ചെയ്യുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് എന്നും യാതൊരു കരുണയും അവനില്ല. എന്തെങ്കിലും കരുണ കിട്ടുമെന്ന് വിചാരിച്ചെന്ന് അതിനെ ആരാധിക്കാൻ പോകുന്നുണ്ട്. ഒരു കരുണയുമില്ല. അവനെ ആരാധിക്കുന്ന ആദ്യം നരകത്തിൽ പോകും. സ്തോത്രം. അതുകൊണ്ട് പല സൗഭാഗ്യങ്ങളും തരാമെന്ന് വ്യാമോഹം തരും. പക്ഷേ
ആമേൻ, നിത്യനാശത്തിലേക്കാണ് യാത്ര. എന്നാൽ ജീവൻ തരാൻ വന്ന ഒരു യേശുണ്ട്. എൻ്റെ ഈ ഭൗതിക ജീവിതത്തിലും എൻ്റെ വരാനിരിക്കുന്ന ആമേൻ ആത്മീയ തലങ്ങളിൽ ഞാൻ വരാനിരിക്കുന്ന യുഗത്തിലും എനിക്ക് വേണ്ടി ജീവൻ തരുവാൻ, ആ ജീവനകത്ത് സകലതുമുണ്ട്. ആ ജീവൻ എന്താണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. അതിനകത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആ സമൃദ്ധമായ ജീവൻ നൽകുവാനാണ് യേശു വന്നത്. ശാരീരികമായ, മാനസികമായ, ആത്മീയമായ എല്ലാ വിഷയങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യവും വിടുതലും സന്തോഷവും തരുവാൻ വേണ്ടി തന്നെയാണ് കർത്താവായ യേശു വന്നത്. അപ്പോൾ ഇന്ന് വൈശാചിക മണ്ഡലം പലരെയും അവർക്ക് മാനസികമായി യാതൊരു പ്രശ്നവുമില്ലായിരുന്നു, ശാരീരികമായിട്ട് ഒരു രോഗം പോലും ഇല്ലായിരുന്നു. ഇന്ന് രോഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈശാചികമായ ഒരു ബന്ധനവും അവരുടെ ജീവിതത്തിലില്ലായിരുന്നു. ഹല്ലേലൂയ. നിരാശയില്ലായിരുന്നു, ഡിപ്രഷനില്ലായിരുന്നു, ഭയമില്ലായിരുന്നു. താങ്ക് യു ജീസസ്. എത്ര പേർക്ക് അതിനെപ്പറ്റി ഒന്ന് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ദാറ്റ് വാസ് ദ ലൈഫ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ചേർന്നുള്ളൊരു ജീവിതം. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, അങ്ങുമായിട്ടുള്ള ആ കൂട്ടുബന്ധത്തിലേക്ക് ഈ ദിവസം ഇങ്ങനെ നാട്ടിപ്പിക്കണമേ. അപ്പോൾ ഏത് തലങ്ങളിലും നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഏത് മണ്ഡലത്തിനും വരാം. ശാരീരികമായിട്ട് തളർത്തിക്കളയുന്ന മണ്ഡലങ്ങളുണ്ട്. രോഗാത്മാവിനെയാണ് യേശു ക്രിസ്തു പലപ്പോഴും ശാസിച്ചത്. പത്രോസിൻ്റെ അമ്മയെ യേശു സൗഖ്യമാകുമ്പോൾ അവളുടെ രോഗാത്മാവിനെ യേശു ക്രിസ്തു ശാസിച്ചു. അപ്പോൾ രോഗം കൊണ്ടിരുന്ന ആത്മാവുണ്ട്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ഇന്ന് ശാസിച്ചാൽ അത് വിട്ടുമാറും. എല്ലാം ആത്മാവാണെന്ന് എല്ലാം ആത്മീയമാണെന്ന് അതിൻ്റെ അർത്ഥമില്ല. പക്ഷേ പല രോഗങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു കിടക്കുന്ന മണ്ഡലം ഇവൻ്റെ സ്തോത്രം പ്രവൃത്തിയാണ്. കൂനിയായ സ്ത്രീയെ ജീവിതകാലം മുഴുവൻ കൂനായി നടന്ന് തല പൊക്കാൻ പോലും കഴിയാതെ നടന്ന സ്ത്രീയെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. അവൾ എഴുന്നേറ്റ് നേരെ നിന്നൊന്ന് സംസാരിച്ചു. അത് കണ്ടിട്ട് അവിടെ ഉണ്ടാകുന്ന യഹൂദന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ യേശു പറയുന്ന കാര്യമുണ്ട്, എത്ര 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഇവളെ ഞാൻ സൗഖ്യമാക്കിയെങ്കിൽ. സ്തോത്രം. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പൈശാചിക മണ്ഡലമായിരുന്നുവെന്ന് പലർക്കും മനസ്സിലായില്ല. ആത്മീയ കണ്ണ് തുറന്നവർക്കേ ഈ ഒരു തലം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എല്ലാം ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്തോത്രം അതിനെ വിവേചിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം. എല്ലാം ബന്ധനമല്ല. പക്ഷേ എന്തുമാണെങ്കിലും ഒരുപാട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊന്നുമില്ലെങ്കിലും സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സ്തോത്രം വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. യേശു ക്രിസ്തു AC ഉള്ള റൂമിലല്ല കിടന്നത്. യേശു ക്രിസ്തു 7 സ്റ്റാർ ഹോട്ടലിലല്ല കിടന്നുറങ്ങിയത്. പട്ടു പരവതാനിയല്ല, രാജധാനിയിലല്ല യേശു വസിച്ചത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു സാധാരണക്കാരായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒന്നുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു പറയുന്നുണ്ട്. അപ്പോൾ ആ കർത്താവ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു പറയുന്നുണ്ട്. ആ സമാധാനവും സന്തോഷവും ജീവിതത്തെ അനുഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ ശത്രു നമ്മുടെ ജീവിതത്തിലെ എല്ലാം സൗഭാഗ്യങ്ങളെ തകർക്കുവാൻ അവൻ വന്നിരിക്കുന്ന മുടിക്കുവാനും തകർക്കുവാനുമാണ്. പക്ഷേ ദൈവജനത്തിന് അതിനുമേൽ ക്ഷയമുണ്ട്. മാനസിക നിലവാരങ്ങളെ തകർത്ത് കളയുവാൻ പലപ്പോഴും ശത്രു ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ ഒരു മരുന്നിന് സാധിക്കത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, മനസ്സിനെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ ഒറ്റ ഡോക്ടറേ ഉള്ളൂ, അത് യേശുവാണ്. ഗിലെയാദിൻ്റെ നല്ല വൈദ്യനാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണ്. ജീവൻ നൽകുവാനും സമൃദ്ധമായ ജീവൻ നൽകുവാനും വന്നിരിക്കുന്ന നല്ല കർത്താവ്, അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ യേശു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേകരെ കർത്താവ് വിടിവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അനേകരെ ഈ സദ്വാർത്ത അറിയിക്കുവാൻ, നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു നല്ല സാക്ഷിയാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്.
കുടുംബ ജീവിതങ്ങളെ തകർത്ത് കളയുന്ന, സംശയങ്ങളിടുന്ന, കുടുംബജീവിതത്തിൻ്റെ വൈരാഗ്യവും അസൂയയും വെറുപ്പും പകയും ആമേൻ കലക്കത്തിൻ്റെ ആത്മാവുണ്ട്. സ്തോത്രം. സഭകൾക്കുള്ളിൽ അതുണ്ട്. പക്ഷേ ജഡത്തിൽ വ്യാപരിക്കുന്ന ചില അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ കഴിയണോ? ആമേൻ കഥാവിലൂടെ അത് മാത്രമേ സാധിക്കത്തുള്ളൂ. കുടുംബജീവിതങ്ങൾ പണിയപ്പെടും. തലമുറകളുടെ ജീവിതത്തിൻ്റെ മേൽ ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടും. തലമുറകളെ ബന്ധിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനുമേൽ പ്രവർത്തിക്കുന്ന ഏത് ദുരാത്മാവാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുതലുണ്ട്. ദേശങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. സാമ്പത്തിക മണ്ഡലങ്ങളെ ഞെരുക്കുന്ന, ഇന്ന് അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ പലപ്പോഴും ദൈവവേല ചെയ്യണമെങ്കിലോ ആമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാനോ നമ്മുടേതായ ആവശ്യങ്ങൾ നടത്തുവാനോ അതാവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, അനാവശ്യമായിട്ടല്ല. ഹല്ലേലൂയ. അപ്പോൾ ഏത് മണ്ഡലത്തിലും ദൈവജനത്തെ ഞെരുക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം, അതിനുമേൽ ദൈവജനത്തിന് ജയമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ സൃഷ്ടി മുഴുവൻ, ദ ഹോൾ ക്രിയേഷൻ, ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിയും ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ പോലും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അവിടെ for the whole creation was subject to futility. അപ്പോൾ അത് ഒരു പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. എല്ലാം അഴിഞ്ഞു പോകും, എല്ലാം തീർന്നു പോകും, എല്ലാം കത്തി അഴിയും. പക്ഷേ അതിനപ്പുറത്ത് അതിനെ കഥാവ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ദൈവമക്കൾ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ സൃഷ്ടിജാലം മുഴുവൻ കാത്തിരിക്കുകയാണ്. അവിടെ ഈ ഭൂമിയിൽ ബന്ധിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞെരുക്കവും വൈഷമ്യങ്ങളും ബന്ധനം എപ്പോഴെങ്കിലും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനത് വാക്കങ്ങ് മാറ്റുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മളെ പലപ്പോഴും ഞെരുക്കിക്കളയുന്ന, നമ്മളെ പലപ്പോഴും മുന്നോട്ട് വിടാതെ, നമ്മളെ താഴ്ത്തി കളയുന്ന, ഒരു വിശാലത കിട്ടാതെ തടുക്കുന്ന മണ്ഡലങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. ഇതെങ്ങനെ വന്നത് ഇരുട്ടിൻ്റെ വ്യാപാരത്തിലുണ്ട്. ലൂസിഫറിൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കെരൂബുകളിൽ ദൈവത്തോട് ചേർന്ന് ഏറ്റവും അടുത്ത് നിന്ന വ്യക്തിയെ ആമേൻ ഒരു ദൂതനായിരുന്നല്ലോ. അവൻ വീണു പോകുവാനുള്ള കാരണം പാപമായിരുന്നു. അഹങ്കാരം ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വീണു. പിന്നീട് ആദമനും ഹവ്വായുടെയും ജീവിതത്തിൽ ദൈവം അവരെ ദൈവമക്കളെന്ന് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് വിരുദ്ധമായി നേരെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഇവർക്ക് നമുക്കറിയാം ഏദൻ പറുദീസയിൽ വെച്ച് ദൈവം ആദമനും ഹവ്വയ്ക്കും സകലത്തിൻ്റെ മേലും അധികാരം കൊടുത്തു. സമയമുള്ള വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദാമിനും ഹവ്വയ്ക്കും അവിടെ പറയുന്നുണ്ട്, സകലത്തിനും ഈ സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവൻ പേരിട്ടത് ആദമായിരുന്നു എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഭയങ്കരമായ ഐക്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദൈവിക ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഫിസിക്കലി മാത്രമല്ല, സൃഷ്ടിപ്പാനുള്ള കഴിവുണ്ട് മനുഷ്യന്. ദൈവത്തിൻ്റെ ഒരു ഛായയാണത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തകർക്കുവാൻ വേണ്ടി ശത്രുവായവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അറിഞ്ഞില്ല. അവൻ കടന്നു വരുന്ന ഉപായത്താലാണ്. ഇന്നും ഉപായത്താലാണ് ഈ ലോകത്തെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു വഞ്ചകൻ്റെ ആത്മാവ് ഈ ലോകം മുഴുവൻ വ്യാപരിക്കുന്നുണ്ടെന്ന് തിരുവചനം പറയുന്നു. അനേകരെ അതിനകത്ത് കുടുക്കി കിടത്തിയിരിക്കുകയാണ്. പക്ഷേ ദൈവജന യേശുവിൻ്റെ അടുക്കൽ വരുന്ന, യേശുവിലായിത്തീർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യാശ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് കിടന്ന് യാതന അനുഭവിക്കുവാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ ആദം ഹവ്വയുടെ ജീവിതത്തിൻ്റെ മേൽ പാപമാണ് ബന്ധനത്തിൻ്റെ കാരണം. സ്തോത്രം. അവിടെ പാപം വന്നുകൊണ്ട് ഈ സാത്താൻ വീണുപോയപ്പോൾ
ഹവ്വായുടെ ജീവിതത്തിലേക്ക് അനുസരണക്കേട്, ദൈവവചനത്തിന് വിരുദ്ധമായ അനുസരണക്കേട് എന്ന ആദ്യത്തെ പാപം കടന്നു വന്നതോടുകൂടെ ഈ അധികാരം ആരുടെ കരങ്ങളിലായിരുന്നു? ആദാമിൻ്റെയും ഹവ്വായുടെയും കുടുംബത്തിൻ്റെ കരങ്ങളിലായിരുന്നു. അവർ വാഴുവാൻ വിളിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ വാഴുവാൻ വിളിക്കപ്പെട്ടവനെ അവൻ്റെ മേൽ വാഴുന്നൊരു ശക്തി കേന്ദ്രം വന്നു. കാരണം പാപത്താൽ അവ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അവിടെ മരിക്കുകയില്ല എന്ന് പറഞ്ഞ അവിടെ നന്മതിന്മകളുടെ വൃക്ഷങ്ങളൊന്നും ഭക്ഷിക്കരുത് എന്ന് ഞാൻ അതിലേക്ക് അധികം കടന്നു പോകുന്നില്ല, ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കത്തിൽ കേൾക്കുന്ന പലർക്കും അറിയാം. നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അത് നല്ലതെന്ന് കണ്ണുകൊണ്ട് കണ്ട്, കൺമോഹം, അത് ഭക്ഷിച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് തോന്നി. 2 ജഡമോഹം, 3 ജീവൻ്റെ പ്രതാപം, അത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന്. സ്തോത്രം. ഈ അതേ ദുഷ്ടനായ പൈശാചിക മണ്ഡലം പറഞ്ഞു കൊടുക്കുക ഒരു സർപ്പത്തിലൂടെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഈ 3 കാര്യത്തിൽ ദൈവത്തെ പോലെ ആയി തീരണമെന്നൊരു ചിന്ത വന്നു. ആർക്ക്? ദൈവം എന്നോട് യഥാർത്ഥത്തിൽ വിശ്വസ്തനല്ല എന്ന് തോന്നിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞത് ദൈവം പറഞ്ഞ നുണയാണെന്ന് ചിന്തിപ്പാൻ ഇവരുടെ ചിന്തകൾക്കുള്ളിൽ ഒരു തോന്നൽ കൊടുത്തപ്പം അവിശ്വാസം വന്നു. അവിശ്വാസം ഒരു പാപമാണ്. അങ്ങനെ ഏകദേശം 365 പാപങ്ങളുണ്ടെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയനുസരിച്ച്. സ്തോത്രം. ഉണ്ടോ ഇല്ല എനിക്കറിയില്ല, പക്ഷേ പലതും നമുക്കറിയത്തില്ല. പക്ഷേ ആദ്യത്തെ പാപം അഹങ്കാരമായിരുന്നു. അവിടെ നിന്നാണ് എല്ലാം കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത വന്നപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത മണ്ഡലത്തിനാണ് ദൈവം. നമ്മൾ വെറും പൊടിയാണ്. പൊടിയായവൻ ദൈവത്തെ പോലെയാണെന്ന് ചിന്തിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് മാറിപ്പോയി. ഇത് ഭക്ഷിച്ചാൽ മരിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ കഴിച്ചപ്പോൾ ഉടനെ മരിച്ചില്ല. പക്ഷേ ഏകദേശം 1000 വർഷം കഴിഞ്ഞപ്പോൾ നീ പൊടിയോട് ചേരുമെന്ന് ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അവൻ മരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ വന്നിരിക്കുന്നത് കൊല്ലുവാനാണ്, അവൻ വന്നിരിക്കുന്നത് കവർച്ച ചെയ്യുവാനാണ്, അവൻ വന്നിരിക്കുന്നത് മുടിപ്പാനാണ്, അവൻ വന്നിരിക്കുന്നത് നശിപ്പാനാണ്. എന്നാൽ നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് നിത്യജീവൻ നൽകുവാനാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ജീവൻ്റെ വഴികളിൽ നടക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. പക്ഷേ മരണം വന്നുവെങ്കിലും 2 മരണമുണ്ട്. 1-ാം മരണം ശരീരത്തിലുണ്ട്, 2-ാം മരണം നിത്യമരണമാണ്. ആദ്യം മരിക്കുന്നവരെല്ലാം എഴുന്നേൽക്കും. അത് കർത്താവിന് മുമ്പിൽ വരും, ദൈവത്തിന് മുമ്പിൽ വന്ന് ന്യായാസനത്തിന് മുമ്പിൽ വരും. രക്ഷിക്കപ്പെട്ടവർ വേണ്ട. അപ്പോൾ അതിനുശേഷമാണ് നിത്യമായ മരണം. അപ്പോൾ ആദ്യം മരിച്ച ആദാം നിത്യമരണത്തിലേക്ക് അവിടെ മണ്ണോട് മണ്ണ് ചേരുമ്പോൾ ആ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതാണല്ലോ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദൈവത്തെ നേരെ ദൈവം അത് നിഷ്കളങ്കത കൊണ്ടാണ് സംഭവിച്ചെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ആ വഞ്ചനയിൽ പെടരുതെന്ന് തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 2-ാം ആദമായ യേശുക്രിസ്തു വെളിപ്പെടുകയും കർത്താവായ യേശുക്രിസ്തു പാപത്തിന് പരിഹാരമായി പാപം ചെയ്യുന്നവൻ മരിക്കും. മരണം ദൈവം കൊണ്ടുവന്നതല്ല. ദാറ്റ് വാസ് നോട്ട് ഗോഡ്സ് പ്ലാൻ. നിത്യമായി ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതേ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിങ്കൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അപ്പോൾ ഏത് പാപത്തിൻ്റെയും പ്രായശ്ചിത്തം രക്തം ചൊരിയണമെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം മോശയ്ക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ചെയ്ത പാപത്തിന് പരിഹാരം ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ഓരോ പാപത്തിനും വേണ്ടുന്ന ഓരോ പ്രായശ്ചിത്തങ്ങൾ മനുഷ്യൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞെന്നുള്ള ആരും പലരും അറിയുന്നില്ല. നേർച്ചക്കാഴ്ചകളുടെ കാലങ്ങൾ കഴിഞ്ഞു. ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല, ഇനിയൊരു ബലിയും ശേഷിക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറത്തെ കാൽവരി ക്രൂശിൽ സകലതും തീർത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഹോമയാഗങ്ങളും, സർവാംഗ ഹോമയാഗങ്ങളും, സകല ധാന്യബലി യാഗങ്ങളും എല്ലാം കർത്താവ് യേശുക്രിസ്തു പൂർണ്ണമായിട്ട് ഒറ്റ യാഗത്തിൽ തീർത്തു. ആ രക്തത്തിലൂടെ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ആ രക്തത്തിന് സകല പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തവും പരിഹാരവും കർത്താവായ യേശുക്രിസ്തു 2-ാം ആദമായി വെളിപ്പെടുമ്പോൾ
അവൻ അവിടെ കർത്താവ് നമ്മളെ രണ്ടാം മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നാം മരണത്തിൽ വീണുപോയ ആദാമിന് ഇനിയൊരു പ്രത്യാശയുമില്ല. ആ മരണത്തോടെ തീർന്നെന്ന് ശത്രു വിധി എഴുതി. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇനിയിപ്പോൾ നീ മരിച്ച് എഴുതേക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ രണ്ടാം ആദം വെളിപ്പെട്ടു. സ്തോത്രം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഹല്ലേലൂയ. സമയത്തിൻ്റെ തികവിൽ മനുഷ്യപുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പ്രകൃതിയിൽ വെളിപ്പെട്ടു. എന്തിന് വെളിപ്പെട്ടു? ജീവൻ നൽകുവാൻ, സമൃദ്ധമായ ജീവൻ നൽകുവാൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമയായിരുന്നൊക്കെയും അവൻ എന്ത് ചെയ്തു? യേശു വിടുവിച്ചു. ഇന്നും വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെ വിടുവിക്കുവാൻ നമ്മളെ പറയുന്ന എന്നെ തുടങ്ങി സകലേയും വിടുവിക്കുവാൻ, ആദാമ്യ വർഗത്തെ മുഴുവൻ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതെല്ലാ മണ്ഡലങ്ങളും വിടുവിക്കും. ശത്രു മാനസിക നിലവാരങ്ങൾ, ശാരീരിക നിലവാരങ്ങൾ, കുടുംബ ജീവിതങ്ങളിൽ, സാമ്പത്തിക മണ്ഡലങ്ങളിൽ, ആമേൻ, ഒരുപക്ഷെ അതെ നമ്മുടെ ഉപബോധ മനസ്സിലും സുബോധ മനസ്സിലും അതെ നമ്മുടെ എല്ലാ തലങ്ങളിലും അബോധ മനസ്സിലും നമ്മളെ അതുവരേക്കും ചെന്ന് വിടുവിക്കാൻ കഴിയുന്ന യേശു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെ എവിടെ കിട്ടും? യേശുവിനെ പരിചയപ്പെട്ടില്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടണം കേട്ടോ. യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ തയ്യാറാകണം. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു ജീവൻ കൊടുത്തത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇടയൻ സ്വന്തം രക്തം ആടുകൾക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. കൂലിക്കാരന് രക്തം കൊടുക്കാൻ കഴിയത്തില്ല. യേശുവുമായിട്ടൊരു ബന്ധം വരണമെങ്കിൽ അത് രക്തബന്ധമായിരിക്കണം. അപ്പോൾ നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ യേശു കൊടുത്ത രക്തം നമുക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിൻ്റെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ പേര് വരും. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിനകത്ത് പേര് വരും. വായിച്ചുകളെ ആമേൻ. പലപ്പോഴും അതിനകത്ത് പേരില്ലാതിരുന്ന ഉണ്ടായിരുന്ന ആദാമിൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപജയത്തെ ആമേൻ ദൈവം മാറ്റി വീണ്ടും ജീവന്റെ പുസ്തകത്തിലേക്ക് പേരുകൾ എഴുതി ചേർക്കുന്ന ദൈവം. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു എന്ന് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ്റെ ഗെത്സമനിയിൽ വെച്ച് കർത്താവ് അവനെ ബന്ധിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടി ഒരു മറുശാപമായി ക്രൂശിലെ കർത്താവ് തീർന്നു. അവൻ്റെ കരങ്ങൾക്കും കാലുകൾക്കും ചങ്ങലയിടുമ്പോൾ അല്ലെങ്കിൽ കെട്ടുമ്പോൾ, ഹല്ലേലൂയ, ആ ക്രൂശിൽ അവൻ അടിക്കപ്പെടുമ്പോൾ, ബന്ധിക്കപ്പെടുമ്പോൾ അവിടെ കർത്താവ് കണ്ട എൻ്റെയും നിങ്ങളുടെയും ബന്ധനത്തെ അഴിക്കാനാണ്. സ്തോത്രം. ആ കാരങ്ങളിലേക്ക് ആണികൾ അടിച്ചു കയറ്റുമ്പോൾ, ഹല്ലേലൂയ, അവനെ കെട്ടി ആ കർത്താവിനെ ബന്ധിച്ച് ശവക്കല്ലറയിൽ ഇടുമ്പോൾ അവിടെ കല്ല് വയ്ക്കുമ്പോഴും ശത്രു വിചാരിച്ചു സകലത്തെയും ബന്ധിച്ചു, മനുഷ്യപുത്രനെയും ബന്ധിച്ചു, ദൈവത്തിനെ ഞാൻ ബന്ധിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ തിരുവചനം പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 2:24 പറയുകയാണ്, ശത്രു വിചാരിച്ചു ദൈവപുത്രനെ ബന്ധിച്ചു. ഹല്ലേലൂയ. പക്ഷെ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധനം എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണത്തിൻ്റെ ബന്ധനത്തെ അഴിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. എത്ര വലിയ കൂടോത്രമാണെങ്കിൽ, മന്ത്രവാദമാണെങ്കിൽ, എത്ര വലിയ പൈശാചിക മണ്ഡലമാണെങ്കിലും അതിനെ അഴിക്കാൻ കഴിയും. പക്ഷേ മരണത്തെ പാശങ്ങളെ അഴിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. ജീവൻ്റെ നായകനാണ് കർത്താവ്. ജീവൻ്റെ നായകൻ്റെ ജീവനെ ആരും എടുത്തതല്ല. ജീവൻ്റെ നായകൻ ജീവൻ നമുക്ക് വേണ്ടി കൊടുത്തതാണ്. രക്തം ഒഴുക്കി കൊടുത്തതാണ്. രക്തത്തിനകത്ത് ജീവനുണ്ട്. രക്തം പോയാൽ തീർന്ന മനുഷ്യൻ. സ്തോത്രം. 6 ലിറ്റർ രക്തമുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ചെറിയ അറിവിനകത്ത് എനിക്ക് മനസ്സിലാകുന്നത്. അത് മുഴുവൻ കർത്താവ് കൊടുത്തു. അതിനകത്ത് ജീവനുണ്ടായിരുന്നു. പക്ഷേ യേശു പറയുകയാണ്, ആ യേശുവിൻ്റെ ജീവിതത്തെ എന്തുകൊണ്ട് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിച്ചാൽ
ആ പാപമൊഴികെ സർവ്വത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടവനായി തീർന്നു. യാഗം കഴിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു മാലിന്യവുമില്ലായിരുന്നു. മറ്റെല്ലാ ബലഹീനതകളും എല്ലാ കഷ്ടങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചുവെങ്കിലും ഒരു കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തില്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കും. അതുകൊണ്ട് പാപം അവനെ തൊടാത്തത് കൊണ്ട്, രണ്ടാം ആദത്തിൻ്റെ ജീവിതത്തിൽ പാപമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ, മരണത്തിന് അവൻ്റെ മേൽ ജയമില്ലായിരുന്നു. മരണം വന്നത് പാപം മുഖാന്തരമാണ്. ബന്ധനം വരുന്ന പാപമാണ്. സ്തോത്രം. എവിടെയെങ്കിലും ശത്രു ബന്ധിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് നമ്മുടെ ചില മണ്ഡലങ്ങളെ നമ്മൾ ഏറ്റുപറയുവാനും അത് കഴുകി വിശുദ്ധീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെ ആയിരിക്കുന്ന ശക്തി കേന്ദ്രം തകരും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു പറയാണ്, എനിക്ക് ജീവൻ കൊടുക്കുവാനോ തിരികെ എടുക്കുവാനുള്ള അധികാരമുണ്ട്. അങ്ങനെ അധികാരമുള്ളവൻ ജീവൻ കൊടുത്തു. അങ്ങനെ കൊടുത്ത് 3-ാം ദിവസമായപ്പോൾ കർത്താവ് സ്വന്തം ജീവനെ തിരിച്ചെടുത്തുകൊണ്ട് തിരുവചനം പറയുന്നവരുടെ ശീലകളെ ചുറ്റിയിരിക്കുന്നവർ കണ്ട് അവിടെ ഉണ്ടാകുന്ന കല്ല് ദൂതനിറങ്ങി ആ കല്ലിനെ കർത്താവ് മാറ്റി. കർത്താവല്ലാതെ ദൈവം അതിൽ നിന്ന് ആ ബന്ധനത്തിൽ നിന്ന് യേശു കരിങ്കൽ ഭിത്തികളെ ഭേദിച്ച് കർത്താവ് ആ ബന്ധനത്തെ തകർത്ത് പുറത്തേക്ക് വന്നു. സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് കർത്താവ് എടുക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി സ്വന്തം ചുടുരക്തവുമായി തിരശ്ശീലകളുടെ അപ്പുറത്തേക്ക് കടന്നുപോയി. ഭൂമിയിലുള്ള സമാഗമ കൂടാരം സ്വർഗീയ ഇടത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഹെബ്രായക്കാർക്ക് ലേഖനം പറയുന്നു. ഈ ഭൂമിയിലുള്ള 3-ാം സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ കടന്നു പോകുന്നിടത്ത് സ്വന്തം ചുടുചോരയുമായി യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെന്നു. ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. എസ്റ്റേറ്റ് കൊണ്ടുവരാൻ കഴിയത്തില്ല. നിങ്ങൾക്കുള്ള പോർഷ് കാർ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ലംബോർഗിനി കൊണ്ടുപോകാൻ കഴിയത്തില്ല. സ്തോത്രം. എത്ര ധനമുണ്ടാക്കിയാലും കൊണ്ടുപോകാൻ കഴിയത്തില്ല. സൗന്ദര്യം കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതിനകത്ത് ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ശീലകൾ ചുറ്റി അവൻ കല്ലറയ്ക്കരികിൽ വെച്ചിട്ടാണ് യേശു പോയത്. അവനെ ബന്ധിച്ച സകലതും അഴിച്ചു വെച്ചിട്ടാണ് യേശു പോയത്. പുതിയ ശരീരവുമായി യേശു പോയി. പക്ഷെ പോയപ്പോൾ ഒരു കാര്യം കൊണ്ടുപോയി, സ്വന്തം ചോര കൊണ്ടുപോയി. സ്വന്തം രക്തവുമായിട്ട് പോയി എന്ന് തിരുവചനം പറയുമ്പോൾ ആ രക്തം ഇന്നും ഇന്നും ജീവനുള്ള രക്തമായി. സ്വർഗത്തിൽ മരണമില്ലല്ലോ, അതുകൊണ്ട് അവിടെ എന്ന് ചെയ്താലും മരണം നടക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ മുറവിളിയില്ല, അവിടെ നിലവിളിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കർത്താവ് ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി, നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഉണ്ട്. കർത്താവ് ജീവിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസം പറയാം, എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ഭൂമിയിലില്ല, പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധാനത്തിലുണ്ട്. ഇന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഏത് പാപമാണെങ്കിലും, എത്ര വലിയ ബന്ധനമാണ്, ഏത് രോഗമാണെങ്കിലും അതിനെ തൊട്ട് സൗഖ്യമാക്കുവാൻ, വചനമയച്ച് വിടുവിക്കാൻ കഴിയുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് പിശാചിൻ്റെ പ്രവൃത്തി അഴിച്ചു. അവിടെ പറയുന്നു, ബന്ധിക്കപ്പെട്ടവരെ ബന്ധിച്ച അവിടെ 3 ദിവസത്തോളം പാതാളത്തിലിറങ്ങി അവിടെ സുവിശേഷം അറിയിച്ചത് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ വ്യക്തത പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും ഹീ ടുക്ക് ദ ക്യാപ്റ്റീവ്സ് ക്യാപ്റ്റീവ്, ബന്ധിക്കപ്പെട്ടവരെ അഴിച്ച് നോഹയുടെ കാലത്തുണ്ടായിരുന്നവരെ അവിടെ പറഞ്ഞു, സുവിശേഷം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് ശത്രു ഇട്ടപ്പോഴും അവന് മനസ്സിലായില്ല ബന്ധിക്കാൻ കഴിയത്തില്ലെന്നുള്ളത്. അങ്ങനെയാണ് ദൈവം അതിനെ എവിടെ കൊണ്ടിട്ടാലും അവൻ്റെ ബന്ധനത്തെ ദൈവം അഴിക്കും. ഞാനും നിങ്ങളും പുറത്തു വരും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും അവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ, ഹല്ലേലൂയ, ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ, യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുമ്പോൾ ഈ ശക്തി കേന്ദ്രത്തിന് നമ്മുടെ മേലുള്ള ആ ഒരു സ്വാധീന വലയം തകരുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും പോകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ സ്വാധീനമല്ല എപ്പോഴും നമ്മൾ താഴ്ന്ന ജഡത്തിനാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് എങ്ങനെയെങ്കിലും നമ്മളെ വീണ്ടും ബന്ധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ശത്രു എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇവൻ നൂറ്റാണ്ടുകളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നല്ല പരിചയമുണ്ട്. മനുഷ്യനെ എങ്ങനെ വീഴ്ത്തണമെന്ന സകല തന്ത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ഒരുവനെ എങ്ങനെ വീഴ്ത്തണമെന്നുള്ളതിനെ പറ്റി അവൻ്റെ കയ്യിൽ സകല പുതിയ പുതിയ തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തിനെ, കർത്താവിൽ ആശ്രയിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
ആ സ്വാതന്ത്ര്യത്തിൽ ഗലാത്യർക്ക് ലേഖനം 5:1 പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്. സ്തോത്രം. ഇന്ന് പലർക്കും ഇതൊക്കെ പറയാൻ പേടിയാണ്, കാരണം ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇതൊരു സത്യമാണ്. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കിൻ, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, എനിക്ക് വചനം അറിയാമെന്ന് പറഞ്ഞിട്ട് യു കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എങ്ങനെയെങ്കിലും ദൈവജനത്തെ വീഴിക്കുവാൻ രാപ്പകൽ 24 മണിക്കൂറും വളരെ വളരെ ആമേൻ സ്തോത്രം കൃത്യതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു മണ്ഡലമുണ്ട്. സ്തോത്രം. പക്ഷേ അതിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ അറിയാതിരുന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. മുമ്പേ ലോകത്തിൻ്റെ കാലഗതിയെയും എഫീഷ്യർ 2-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുകയാണ്, ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇറ്റ്സ് കോൾഡ് ദ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്. ദൈവവചനത്തിന് അനുസരിക്കാതെ, തിരിച്ചറിയാൻ കഴിയാതെ, ഇന്ത്യയുടെ നിയമം എന്താണെന്ന് നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു വ്യക്തി ഇന്ത്യയിൽ വരുമ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് റോഡിൻ്റെ അവിടുത്തെ വണ്ടി ഓടിക്കുന്നവർ ഇവിടെ ഓടിച്ചാൽ അവന് സ്വതന്ത്രം അമേരിക്കക്കാരനായതുകൊണ്ട് അവിടെ ഒഴുകഴിവുഴോ ഒന്നുമില്ല കേട്ടോ, അവൻ ഫൈൻ കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദൈവിക നിയമം അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ മനസ്സാക്ഷി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണം ഈ ദിവസങ്ങൾ അതിൽ നമുക്ക് പലപ്പോഴും ജഡം സമ്മതിക്കാതിരിക്കുമ്പോൾ ഈ ആകാശം അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു മണ്ഡലം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതെന്നെ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വാട്ട് ഈസ് കൺട്രോളിങ് യു? നമ്മളെ ഏതെങ്കിലും മണ്ഡലം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഹല്ലേലൂയ, നമ്മളെ ജീവിതത്തിൻ്റെ മേൽ അവനൊരു സ്വാധീനമുണ്ട്. അതാണ് ശക്തികേന്ദ്രം. ദാറ്റ് ഇസ് കോൾഡ് ദ സ്ട്രോങ് ഹോൾഡ്. ആ സ്ട്രോങ് ഹോൾഡിനെ ബ്രേക്ക് ചെയ്യുവാൻ യേശുക്രിസ്തു അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ഇന്ന് അതിനെ തകർക്കാൻ കഴിയുന്ന ദൈവശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കരയാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും. ഹീ ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഈവിൾ സ്പിരിറ്റ് അല്ല, ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് പരിശുദ്ധാത്മാവാണ്. അവിടെ തിരുവചനം പറയുകയാണ്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു, ജഡത്തിനും മനോവികാരങ്ങളും ഇഷ്ടമായതുള്ള ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ശ്രദ്ധിക്കുക, സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. എഫെസ്യർ 2-ാം വാക്യം പറയുകയാണ്, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷപ്പെട്ടതല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ രക്ഷയുള്ളൂ. സ്തോത്രം. ആമേൻ. അപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ല. വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി ജനിച്ചു വീഴുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് മേൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, നമുക്കറിയത്തില്ലായിരിക്കും, കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ പ്രത്യേക പദ്ധതികളും ഉദ്ദേശങ്ങളുമുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നു വീണുമ്പോൾ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ച്, രാജാവായി പിറന്നു വരുവനുണ്ട്, യേശു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും പിറന്നിട്ട് രാജാവാക്കിയതാണ്. സ്തോത്രം. അവനെ ഞങ്ങൾ പോയി നമസ്കരിക്കാൻ പോകുന്നുവെന്ന് അവിടെ രാജാക്കന്മാരല്ല പറഞ്ഞ, അവിടെ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള കുറച്ച് 3 പേരാണ്. അപ്പോൾ അവര് ഈ യേശുക്രിസ്തു ജനിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരുന്നു. ജീവൻ തരാനുള്ളവൻ ജനിക്കുമ്പോൾ അവൻ്റെ ജീവനെ നശിപ്പിക്കുവാൻ നമുക്ക് ഹെരോദ രാജാവ് ഉത്തരവിടുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റാമായിൽ കരച്ചിൽ ഞാൻ കേൾക്കുന്നുവെന്ന് പ്രവാചക ശബ്ദം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു.
മക്കളെ ചൊല്ലി അമ്മമാർ കരയുന്നുവെന്ന് ആമേൻ പ്രവാചകൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരു മോശക്കുഞ്ഞ് പിറക്കുമ്പോൾ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരെ ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ, നദിയിലിട്ട് കൊന്നുകളയുവാൻ ശത്രു പദ്ധതി ഇട്ടു. അത് മാനുഷികമായിട്ട് ഫറവോന്റെ പദ്ധതി അല്ലത്. മാനവരാശിയുടെ രക്ഷയെ തടുക്കുവാൻ ആദാം സൃഷ്ടിക്കപ്പെട്ട സമയം മുതൽ ഈ സമയം വരേക്കും നിരന്തരമായി അതിനെ ഒരു വേട്ടക്കാരൻ നായാട്ടുകാരൻ ആ മൃഗത്തിന് പിന്നാലെ പോകുന്നത് പോലെ ശത്രുവായവൻ മനുഷ്യനെ തകർക്കുവാൻ വേണ്ടി സ്തോത്രം ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ മോശയെ തകർക്കാൻ വിചാരിച്ചു. പക്ഷേ ദൈവം മോശയെ സൂക്ഷിച്ചു. നൈൽ നദിക്കകത്ത് മോശ വീണെങ്കിലും ദൈവത്തിൻ്റെ കരം ചലിച്ചു. കാരണം ബന്ധിക്കാൻ ശത്രുവിനെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ മേലുള്ള വാക്തത്വത്തെ ശത്രു എത്ര തകർക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവമുണ്ട്. യോസേഫിനെ തകർക്കാൻ നോക്കി കേട്ടോ. ദാവീദിനെ തകർക്കാൻ ഗോലിയാത്തിനെ എഴുന്നേൽപ്പിച്ചു. അതിൻ്റെയൊക്കെ പിന്നിൽ പൈശാചിക മണ്ഡലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു കല്ലുകൊണ്ട് ദാവീദ് ഗോലിയാത്തിനെ തകർത്തു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണോ? ഒരു മണ്ഡലവും നമ്മളെ തകർക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൊവേർബ്സ് 6:5 അവിടെ തിരുവചനം പറയുന്നു, മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കണം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ശത്രു പലപ്പോഴും ബന്ധിക്കാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേക്കാം. നമ്മളെ കർത്താവ് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ചെയ്ത സകല പാപങ്ങളും കാലുടെ കുരിശിൽ തീർത്തു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ജനം പുറത്തു വരുമ്പോൾ കുഞ്ഞാട്ടിൻ്റെ രക്തം തളിക്കപ്പെട്ട ജനമാണ് പുറത്തു വന്നത്. പക്ഷേ ഇവരെ 10 അത്ഭുതങ്ങളാൽ ദൈവം ചെയ്തിട്ടതിന് ശേഷം, പല അത്ഭുതങ്ങളും ചെയ്തതിന് ശേഷം അവസാനം ചോരത്തളി ആചരിച്ച പെസഹായുടെ രാത്രികാലം ദൈവം അവരെ പുറത്തു കൊണ്ടിരുമ്പോൾ, ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ ഫറവോന്റെ ഉള്ളിലൊരു തോന്നല്, ഇവരെ പിടിക്കണം, ഇവരെ ഞാൻ ബന്ധിക്കും, ഇവരെ ഞാൻ പിടിക്കും, ഞാൻ ഇവരെ വീണ്ടും ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് തൻ്റെ രഥങ്ങളുമായി കടന്നു വരുന്നൊരു ഫറവോന്റെ സൈന്യത്തെ, നമ്മൾ സൈന്യവ്യൂഹത്തെ വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ എന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ പുറത്ത് വന്നാലും നിന്നെ ഞാൻ വീണ്ടും ബന്ധിക്കുമെന്ന് പറയുന്ന ഇരുട്ടിൻ്റെ വ്യാപാരത്തിൻ്റെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. പീശാചിൻ്റെ തന്ത, അതുകൊണ്ടാണ് എഫീഷ്യർക്ക് ലേഖനം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, ദുഷ്ടന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സർവായുധ വർഗം, എല്ലാ സർവായുധ വർഗവും ധരിച്ചോണം. അതിനകത്ത് ഒന്നുപോലും കുറഞ്ഞു പോകരുത്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നാൽ അതിനകത്ത് കയറി വരുവൻ. ഹല്ലേലൂയ. കാരണം ഗോലിയാത്ത് മുഴുവൻ പടച്ചട്ട ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പോയാണ് കല്ല് കൊണ്ടത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി കവേർഡായിരിക്കണം. സ്തോത്രം. ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ആത്മീയ യുദ്ധത്തിൻ്റെ ഈ പോർക്കളത്തിലാണ്. ഇത് കളിക്കളമല്ല, ഇതൊരു പോർക്കളമാണ്. നമ്മൾ കേട്ടിട്ടുള്ള പോലെ അനേക അഭിഷക്തന്മാർ വീണുപോയ തലങ്ങൾ, ഇന്നും ചിലരൊക്കെ വീണ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതല്ല, അവസാനം വരേക്കും ഓടുവാൻ, കിരീടം പ്രാപിക്കുവാൻ, വാഗ്ദത്തം പ്രാപിക്കുവാനാണ് ദൈവജനവേ, ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. അവർ ചെങ്കടൽ കടന്നു, ചെങ്കടൽ മൂടി, അവിടെ ഫറവോന്റെ സൈന്യം മുഴുവൻ താറുമാറായി, അതിനകത്ത് ശവങ്ങൾ പൊങ്ങി. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴും പോരാട്ടം തീർന്നിട്ടില്ലായിരുന്നു. അനവധി ജാതീയ ശക്തികൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് മല്ലുകെട്ടിക്കൊണ്ട് വരുമ്പോഴും വീണ്ടും ബാബിലോണിയൻ പ്രവാസത്തിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് പോകുമ്പോഴും തിരിച്ചറിയുക, വീണ്ടും ബന്ധനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു പൈശാചിക ശക്തിയുണ്ട്. പക്ഷേ ഇന്ന് അവൻ്റെ തന്ത്രങ്ങളെ മാത്രമേ യേശുക്രിസ്തു സർവായുധവർഗത്തെയും ക്രൂശിൽ പിടിച്ചു വാങ്ങി കഴിഞ്ഞു. നമുക്ക് ജയോത്സവമായി മുൻപടിയായി പോകുന്ന യോശുവയുണ്ട്. അത് നമ്മുടെ യേശു കർത്താവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ യുദ്ധം, നിന്നുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയെ കണ്ടുകൊള്ളുവേൻ. എല്ലാം കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ, അതേ പാപത്തിൻ്റെ ലെവലേഷൻ നമ്മുടെ ജീവിതത്തിൽ അതിന് അവസരം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അനേക അഭിഷക്തന്മാർ വീണേക്കാം, പക്ഷെ ഒരു വിശുദ്ധൻ പോലും വീണതായി ലോക ചരിത്രത്തിലില്ല. സ്തോത്രം. നമുക്ക് നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാം. ഹല്ലേലൂയ.
അതേ ആമേൻ. ഇപ്പോൾ ഈ ദിവസങ്ങളിലും ഞാൻ പറഞ്ഞ വെറുതെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കി. യേശുക്രിസ്തു അഭിഷേകം പ്രാപിച്ച് മരുഭൂമിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ സ്നാനമേറ്റ് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി യോഹന്നാൻ്റെ സ്നാനമേറ്റ് പുറത്ത് വരുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകവും പ്രാപിച്ചതിന് ശേഷം 40 ദിവസത്തോളം മരുഭൂമിയിൽ യേശുക്രിസ്തു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ പറയുന്നത് പിശാച് അവനെ പരീക്ഷിച്ചു. അഭിഷേകം ചെയ്തവനെയും പിശാച് പരീക്ഷിക്കും. അത് ദൈവം അനുവദിച്ചതാണ്. വീണ്ടും പുതിയ ആദാമായി വരുന്ന യേശുവിനെ ഏദൻ പറുദീസയിൽ നടന്ന അതേ തന്ത്രം തന്നെ യേശുവിൻ്റെ അടുക്കൽ പരീക്ഷിച്ചു. അതിലേക്ക് പോയാൽ സമയം കിട്ടത്തില്ല, സമയത്തിൻ്റെ പരിമിതികളുണ്ട്. പക്ഷെ ആ 3 പരീക്ഷകളും കർത്താവ് ജയമെടുത്തു. ഓവർ കോൺഫിഡൻസ്, അണ്ടർ കോൺഫിഡൻസ്, അതർ കോൺഫിഡൻസ്, 3ലും കർത്താവ് ജയമെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജയമെടുത്ത് യേശുവിനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു പിന്നെ 3.5 വർഷം ശുശ്രൂഷയിൽ പിശാചിനെ അവിടെ തകർക്കുകയില്ല. യേശു ക്രൂശിലാണ് തകർത്തത്. പക്ഷേ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറച്ച് കാലത്തേക്കാണ് വിട്ടുമാറിയവൻ. കുറച്ച് കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ മറ്റ് തലങ്ങളിലൂടെ കടന്നു വന്ന് യേശു ക്രിസ്തുവിനെ പല രീതിയിൽ വീഴ്ത്തിക്കളയാൻ ശത്രു ശ്രമിക്കുമ്പോഴും ഒരൊറ്റ പരീക്ഷയെ പോലും കർത്താവ് തോറ്റില്ല. ജയോത്സവമായി തന്നെ ക്രൂശിൽ കിടക്കുമ്പോഴും നിനക്ക് ദൈവത്തിനാണെങ്കിൽ ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. അതേ മരുഭൂമിയിൽ വെച്ച് പറയുന്നില്ലേ, നീ ദൈവത്തിനാണെങ്കിൽ ഈ കല്ലപ്പമാക്ക് എന്ന് പറഞ്ഞ് അതേ പരീക്ഷ ക്രൂശിലും കൊടുത്തു. സ്തോത്രം. നമ്മളാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ദൈവത്തിനാണ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു തോന്നലൊക്കെ വന്നേനെ. പക്ഷേ യേശു ക്രിസ്തു അവിടെ നിശബ്ദനായിരിക്കുന്ന യേശു, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്ന യേശു, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയുന്നത്. ഒറ്റ ശബ്ദം മതിയായിരുന്നു ആ യാഗത്തിൻ്റെ പൂർത്തീകരണം നടക്കാതിരിക്കാൻ. പക്ഷേ പരമപരിശുദ്ധനായ വിശുദ്ധനായ നമ്മുടെ കർത്താവ്, വിശുദ്ധന്മാർ അതിവിശുദ്ധനായവൻ ക്രൂശിൽ തൻ്റെ സ്വന്തം ചുടുചോര കൊടുക്കുമ്പോൾ അതേ പാപപങ്കിലമല്ലാത്ത ഒരു ചോര, ഒരു രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തെ പുത്രൻ യേശുക്രിസ്തുവിന്റെ രക്തമാണ് ഈ ഭൂമിയിലേക്ക് നിബന്ധിച്ചത്. അവർ ചങ്കിലൂടെ ഒഴുകിയ ചോരയ്ക്ക് ഇന്നും അത് ആബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്നു. ഹാലേലൂയ. അത് ഇന്നും മരിച്ചിട്ടില്ല. കാരണം സ്വർഗീയടത്തിന് സ്വന്തം ചോരയുമായി പോയിട്ടുണ്ട്. അത് ഇന്നും നമുക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ യേശു പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രർ തന്നെയാണ്. യോഹന്നാൻ 8 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഈ ഫരിസേയന്മാർ, യഹൂദന്മാർ, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ പാരമ്പര്യവാദികളായിരുന്നു. യേശു ക്രിസ്തുവിന് ജീവിതത്തിൽ കർത്താവ് പിശാചിനെ പുറത്താക്കിയിട്ടുണ്ട്, രോഗത്തെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ പാരമ്പര്യത്തിൻ്റെ ശക്തിയിൽ, പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക, അതിനെ വിട്ടുകളയാൻ തയ്യാറാകാത്ത അന്നുണ്ടായിരുന്ന യഹൂദന്മാർക്ക് ഒരിക്കലും കർത്താവിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, നിങ്ങൾ സാക്ഷാൽ യേശുക്രിസ്തു സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരായി മാറും. അവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശത്രുവിന് നമ്മളെ ബന്ധിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. 2-3 കാര്യം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാണ് ആത്മീയമായ കാഴ്ചപ്പാട്. ഈ ലോകത്തിൻ്റെ പ്രഭുവായവൻ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ കണ്ണുകളെ കുരുടാക്കിയിട്ടിരിക്കുകയാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ കണ്ണിനെ ബന്ധിച്ചിരിക്കുക, കണ്ണിനെ മറച്ചിരിക്കുകയാണ്. മോശയുടെ മുമ്പിലിട്ട മൂടുപടം അത് കാണിക്കുന്നു, ജഡത്തെ കാണിക്കുന്നു. യേശു ക്രിസ്തുവിൽ വരുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരുവൻ്റെ ജീവിതത്തിന്മേൽ വന്നാൽ, 1 യോഹന്നാൻ്റെ ലേഖനം 2:27 പറയുകയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലത് ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല സത്യം തന്നെ ആയിരിക്കാലും. അതെ. അപ്പോൾ അനന്യാസ്, അതിൻ്റെ പെട്ടെന്നൊരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാകും. വലിയ പാരമ്പര്യവാദിയായിരുന്നു ശൗല്.
തൻ്റെ പാരമ്പര്യത്തെപ്പറ്റി പറയുന്നുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ. അവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗമാലിയലിൻ്റെ കാൽ കീഴിലിരുന്ന് പഠിച്ചവൻ, ഏറ്റവും നല്ല ബൈബിൾ സ്കൂളിൽ പോയവൻ, ആമേൻ അച്ചട്ടായിട്ട് ആമേൻ മോശയുടെ നിയമം മുഴുവൻ ബാക്ക് ഓഫ് ദ ഹാൻഡ് എന്ന് വേണം ഇംഗ്ലീഷിൽ പറയാം, സകലതും അതിൻ്റെ കുത്തും കോമായും ഒക്കെ അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു ശൗല്. അതുകൊണ്ടാണ് ശക്തമായ ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുവാനിടയായത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കുരുടായിട്ടിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവനെ തകർക്കുവാൻ വേണ്ടി, കൊല ചെയ്യുവാനും അവരെ തകർത്ത് കളയുവാനും പൈശാചിക കരങ്ങൾക്കുള്ളിൽ ഒരു പാത്രമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശൗലിൻ്റെ മേൽ ആത്മാവ് അനന്യാസൻ്റെ കരം വെച്ചപ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്ന ആമേൻ ശൗലിൻ്റെ കണ്ണ് തുറന്നു. ശത്രു അടച്ചു കളഞ്ഞ കണ്ണ് കർത്താവിൻ്റെ നാമത്തിൽ തുറന്നു വരുമ്പോൾ ഈ പറയുന്ന വചനത്തിൻ്റെ മുഴുവൻ സത്യവും ആമേൻ ഒരു രേഖാചിത്രം പോലെ, ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ അതിൻ്റെ പിന്നിലുള്ള ദൈവിക മർമ്മങ്ങളും സത്യങ്ങളും ആമേൻ വെളിപ്പാടുകൾ ആധിക്യത്താൽ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം അത്രയധികം വെളിപ്പാടിനാൽ ദൈവം അദ്ദേഹത്തെ നിറയ്ക്കുകയാണ്. ഒരു ശൂലം ദൈവം കൊടുത്തു നിഗളിച്ചു പോകാതിരിക്കാൻ. അപ്പം അത്രയ്ക്ക് വെളിപ്പാടാണ് ദൈവവചനത്തിൻ്റെ. ആ ദൈവവചനത്തിൻ്റെ സത്യം നമുക്ക് വെളിപ്പെടുത്താതെ കണ്ണിനെ മൂടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അനന്യാസൻ്റെ കരമോ മനുഷ്യൻ്റെ കരമോ നിങ്ങളുടെ മേൽ വന്നില്ലെങ്കിലും ഒരു പൗലോസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ അവിടെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലിരുന്നവരുടെ മേൽ ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്ന് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്നും വചനത്തിനകത്ത് ശക്തിയുണ്ട്. അവർക്ക് യേശു ആരാണെന്ന് അപ്പോസ്തലനായ പത്രോസ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും അവരെ അഭിഷേകത്താലും ശക്തിയാലും ദൈവം നിറച്ച് ആമേൻ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരെ അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. യേശു ക്രിസ്തു വന്നതെന്തിനാണെന്ന് അപ്പോസ്തലനായ പത്രോസും പറയുന്നുണ്ട്. അപ്പോൾ ആത്മീയ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ കഴിയുന്ന ദൈവം, ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന യഹൂദന്മാർക്ക് കർത്താവിനെ വിശ്വസിക്കാൻ അറിയാമായിരുന്നു, പക്ഷേ അവർക്ക് കർത്താവിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിക്കോദെമോസ് പാരമ്പര്യവാദിയായിരുന്നു, പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം യേശുക്രിസ്തു തന്നെ പറയും, നീ വലിയ ഈ ന്യായപ്രമാണമൊക്കെ അറിയാവുന്ന മനുഷ്യനാണ്. യേശുക്രിസ്തു പക്ഷേ യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയുന്നില്ല. യേശുക്രിസ്തു അടക്കാൻ പോകുമ്പോൾ നിക്കോദെമോസ് ഉണ്ട്. അതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. അവിടെ അരിമത്യക്കാരനായ യോസേഫിന് രണ്ടുകൂടി യേശുവിനെ അടക്കുവാനല്ല, ഈ ദിവസങ്ങളിൽ യേശുവിനൂടെ ജീവിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ല, അവിടെ യേശു പറയാൻ തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങളുടെ ശിഷ്യന്മാരായി തീരും. അതെ, ഈ ദിവസങ്ങളിലും മനുഷ്യ മനസ്സുകളെ തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യ മനസ്സുകളെ ബന്ധിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, പലപ്പോഴും ജീവിതങ്ങൾ മനസ്സുകളെ വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. റിന്യൂയമായി നമ്മുടെ മനസ്സുകളെ റിന്യൂ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സുകളെ പുതുക്കപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയാകും. നമ്മൾ ആരാണ് യേശുവിലെന്ന് മനസ്സിലാകാൻ തിരിച്ചറിയുവാൻ പലപ്പോഴും പലരും നമ്മുടെ ശരീരപ്രകൃതിയും ആകൃതിയും ഒക്കെ ഉള്ളത് ആമേനോ നോക്കി, സ്തോത്രം, ഒരുപക്ഷെ നിങ്ങൾ ഒരു തെറ്റായ ബോധ്യത്തിലാണെങ്കിൽ, ഇന്ന് ഒരു ഗിദെയോൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും എളിയ കുടുംബത്തിൽ, ഞാൻ ചെറിയവനാണ്. അല്ല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, മോശയ്ക്ക് ഒരു ബോധ്യം എന്തായിരുന്നു വെച്ചാൽ 40 വർഷം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് തെറ്റായൊരു ബോധ്യം വന്നു. എന്തായിരുന്നു? ഞാൻ തടിച്ച നാവുള്ള വ്യക്തി, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് മോശ വാക്സാമർഥ്യമുള്ളവനായെന്നാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ തെറ്റായ ബോധ്യങ്ങൾ തന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ സമൂഹത്തിലൂടെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൂടെ, കുടുംബത്തിലൂടെയൊക്കെ നമ്മളെപ്പറ്റി പലരും പറഞ്ഞ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ, ക്രിസ്തുവിലൊരു ആയിത്തീർന്നാൽ അവൻ ദൈവ പൈതലാണ്. ആ ദൈവ പൈതലിന് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അവൻ ആരാണെന്നും തിരിച്ചറിയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഫ്രീഡം കടന്നു വരികയാണ്. ഹല്ലേലൂയ. നിങ്ങളെ എന്ത് പേര്
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ദാവീദിനെ ഭവനത്തിനകത്ത് യാതൊരു സ്ഥാനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതൊന്നും ദാവീദിനെ കുരുക്കിക്കളയുവാൻ ഇടയായില്ല. അതെ, ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള കുറവുകൾ നിമിത്തം പലപ്പോഴും മാനസിക നിലവാരങ്ങളിൽ പലപ്പോഴും ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്തവരുണ്ട്. പക്ഷെ ഒരു സത്യമുണ്ട്, ഞാനെപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ശരീരം ഏത് രൂപത്തിലാണെങ്കിലും, ഏത് ഭാവത്തിലാണെങ്കിലും, ഏത് കളറിലാണെങ്കിലും, ഏത് ഷേപ്പിലാണെങ്കിലും, അംഗഹീനനാണെങ്കിലും, അതുകൊണ്ട് യേശു പറഞ്ഞ ഒരു കണ്ണോടുകൂടെ സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് എടുത്ത് കളയാൻ കർത്താവ് പറയുന്നത്. കാരണം സ്വർഗീയ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കും എനിക്കും കിട്ടാൻ പോകുന്ന മഹത്വമേറിയ ശരീരത്തെ തുലനം ചെയ്യുമ്പോൾ, ഈ ശരീരത്തിൽ ഈ ലോക സുന്ദരിപ്പട്ടം അണിയുന്ന സുന്ദരിയുടെ ശരീരം അല്ലെങ്കിൽ മിസ്റ്റർ യൂണിവേഴ്സിനെ പോലെ അല്ലെങ്കിലും മറ്റുള്ളവരെ പോലെയൊന്നും അല്ലെങ്കിലും കർത്താവ് അവിടുന്ന് എന്നെ എന്താക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. മഹത്താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി മാറുമ്പോൾ, നിത്യതയിൽ കർത്താവിനോട് ആയിരിക്കുമ്പോൾ, ഇതൊക്കെ അല്പകാലത്തെ ഉള്ളെന്ന് തിരിച്ചറിയുമ്പോൾ, സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ തള്ളപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്ത് ധാരണ നിങ്ങൾക്കുണ്ടെങ്കിലും കർത്താവ് പറയാൻ നിങ്ങൾ ഏറ്റവും മാന്യനാണ്, നിങ്ങൾ ശ്രേഷ്ഠനാണ് ദൈവത്തിൻ്റെ കണ്ണിൽ. വാട്ട് ആർ യു ഇൻ ദ ഐ സൈറ്റ് ഓഫ് ഗോഡ്? മനുഷ്യൻ്റെ കണ്ണിൽ ഒരുപക്ഷെ നിങ്ങൾ പലരും കുറവുള്ളവരായിട്ട് നിങ്ങളെ കണക്കിലെടുക്കാതെ നിങ്ങൾക്കൊരു സ്ഥാനം നൽകാതിരിക്കുന്ന അനവധി വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതം ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നു തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിരാശ വരത്തില്ല. ദാവീദിന് നിരാശയില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു സമയം കഴിഞ്ഞപ്പോൾ ദാവീദിനെ മാനിച്ചു, ഒരു സമയം കഴിഞ്ഞപ്പോൾ യോസേഫിനെ മാനിച്ചു. യേശുക്രിസ്തുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ തച്ചൻ്റെ മകനാണ് ഇവൻ, ബെൽസബൂലുള്ളവനാണ്, സ്തോത്രം, ഇവന് സ്ഥിരമില്ല, അങ്ങനെ പല കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ പല കാര്യങ്ങൾ പറയുമ്പോഴും അതിലൊന്നും യേശുക്രിസ്തുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹല്ലേലൂയ. കാരണം യേശുക്രിസ്തു ആരാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇന്ന് ഭയത്തിൻ്റെ ആത്മാവ് ആരുടെയെങ്കിലും മേൽ വ്യാഴുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതൽ കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിന്റെ മേൽ തിമോത്തിയോസെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ് കൈവപ്പിനാൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭയത്തിൻ്റെതായ ഒരു ബന്ധനമുണ്ടെങ്കിൽ, ഭയത്തിൽ ദണ്ഡനമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബന്ധനമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ കീഴിൽ കിടക്കുന്നവരെ, മരണഭീതിയിൽ കിടന്നവരെ വിടുവിക്കുവാൻ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ മരണത്തെ പറ്റിയുള്ള ഭയം. പക്ഷെ അതിൽ നിന്ന് പോലും യേശു നമ്മളെ വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ആയിരിക്കുന്നവരെ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. എൻ്റെ വചനങ്ങൾ ഞാൻ ഇന്ന് അതിൽ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ചില കാര്യങ്ങളുണ്ട്, എങ്കിലും ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഈ ദിവസങ്ങൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ യഥാർത്ഥ ഉപവാസം. ഈ ഉപവാസത്തിനകത്ത് ബന്ധനങ്ങൾ അഴിയട്ടെ, ഈ ഉപവാസത്തിനകത്ത് അമ്മിക്കയറുകൾ അഴിയട്ടെ. സങ്കീർത്തനം യേശയ്യാപ്രവചനം 58 ഞാൻ പറയുന്നത്, അതിൻ്റെ അവിടെ പറയുന്നത് പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക. അതാണ് ഈ നമ്മുടെ ഉപവാസങ്ങളിൽ നമ്മുടെ വിടുതൽ കർത്താവ് അവിടെ എല്ലാ നുകത്തെയും തകർക്കുക, എല്ലാ പാപത്തിൻ്റെതായ നുകത്തെയും എല്ലാ ബന്ധനങ്ങളും തകർക്കുക. അത് ഉപവാസത്തിലാണ് സംഭവിക്കുന്നത്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ചില ജാതികൾ നീങ്ങിപ്പോകത്തില്ല. ഈ ദിവസം ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങളെ വിടുവിക്കും. അതേ ആത്മാവിൽ ആരാധിക്കുന്ന പൗലോസിൻ്റെ ശീലാസിൻ്റെ മുമ്പിൽ ചങ്ങലകൾ അഴിഞ്ഞു, അവിടെ കെട്ടുകൾ അഴിഞ്ഞു. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പാട്ട് പാടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് ഈ ദിവസങ്ങളിലും ആത്മാവിൻ്റെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ആരാധിക്കാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിനെ സത്യത്തിൽ ഈ ദിവസങ്ങളിലും വേർപെട്ട് ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേർപെട്ടവരായി ബി സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അവിശ്വാസികൾ ഇണയില്ല പിണകൂടരുതെന്ന് തിരുവചനം പറയുമ്പോൾ അവിടെ നമ്മളെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന പലയിടങ്ങളിൽ ഈ ദിവസങ്ങളിലും പലതരങ്ങളിലൂടെ ശത്രു നമ്മളെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവജനത്തെ വിടുവിക്കാൻ യേശു നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഏതെങ്കിലും തലത്തിൽ ആരെങ്കിലും ഇത് കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ കർത്താവേ എനിക്കൊരു സ്വാതന്ത്ര്യമാണ്, അതെന്തുമാകട്ടെ, മനസ്സായിരിക്കാം, ശരീരമായിരിക്കാം, ആത്മാവിലായിരിക്കാം, ഒരുപക്ഷെ കുടുംബ ജീവിതം എന്താണെങ്കിലും ഞെരുങ്ങുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. കഥാവിനോട് പറ, കഥാവി നിങ്ങളെ വിടുവിക്കാൻ എനിക്ക് എഴുതിയത് എൻ്റെ കരങ്ങൾക്ക് അശക്തമാണ്, സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. ദൈവത്തിൻ്റെ കരമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കാത്തവരെ തയ്യാറാകും. ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട്.
ഹൃദയം ഒന്ന് തുറന്നാട്ടെ. ഇന്ന് ദൈവമായിട്ട് നമുക്ക് സംസാരിക്കാം, കർത്താവിനോട് സംസാരിക്കാം. എന്താണെങ്കിലും രഹസ്യമായി ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പുറത്ത് വരാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കും. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ, ഞെരുക്കം നിരാശയുണ്ടെങ്കിലെല്ലാം അവൻ ഒരുപക്ഷെ ഭയത്തിൻ്റെ ഒരു മണ്ഡലമായിരിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സത്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഹൃദയങ്ങളിൽ പ്രകാശിക്കുവാനിടയാകട്ടെ. പക്ഷേ ആത്മീയമായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്നുവെങ്കിൽ ആ കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ കണ്ണിൽ കരം വെച്ചിട്ട് പറ, കർത്താവേ എൻ്റെ ആത്മീയ കണ്ണിനെ തുറക്കണമേ, ഇതവിടെ സത്യങ്ങളെ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തണമേ. ദുഷ്ടൻ്റെ സകല നുണയൻ്റെ പിതാവുമാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടൻ്റെ എൻ്റെ ജീവിതത്തിന് മേൽ തന്നിക്ക് തെറ്റായ ബോധ്യങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുമാട്ടെ. ഞാൻ ആരുമല്ലാത്തവൻ നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ അനാഥനാണ് നിങ്ങൾ പറയരുത്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവം നിങ്ങൾ കൂടെവരായിട്ടുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യു ആർ സെക്യൂർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ ദൈവത്തിന് തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് നിത്യതയിലൊരു സ്ഥാനം കർത്താവ് കാണുകയാണ്. താങ്ക് യു ജീസസ്. എത്ര ദൈവത്തിന് നന്ദി പറയും. ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ. ഹല്ലേലൂയ. ചില കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. ദൈവസന്നിധിയിൽ കർത്താവ് യേശുവുണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ നൈറ്റ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കണ്ണീരോടെ ആയിരിക്കുന്ന ചിലരുടെ കണ്ണീരിനെ കർത്താവ് തുടയ്ക്കും. ദുഃഖിതന്മാരുടെ അവർക്ക് സന്തോഷം നൽകുവാൻ, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ, ഹൃദയത്തിന് മുറിവുള്ളവരുടെ മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. പലരോട് ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകും. മുന്നോട്ടുള്ള വഴികളെ ഈ ദിവസങ്ങൾ വെളിപ്പെടാതിരിക്കുന്നതിന് കർത്താവ് ഈ ദിവസങ്ങൾ വെളിപ്പെടുന്ന ദൈവിക ആത്മീയ ശ്രവണങ്ങൾ കർത്താവ് തുറക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അടച്ചതെല്ലാം യേശുവിനെ തുറക്കട്ടെ. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല, തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. യെസ്, ഈസ് ഓപ്പണിംഗ് സം ഡോർസ്. ഐ ബിലീവ്. കഥാവ് ചിലരെ ഇന്ന് കഥാവ് സൗഖ്യമാകട്ടെ, കഥാവ് വിടുവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. കഥാവ് ശത്രു ജയമെടുക്കുക, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പാതാള ഗോപുരങ്ങൾ ജയമെടുക്കുക. യേശു പറയുന്നു, ആമേൻ, ഞാൻ എൻ്റെ സഭയെ പണിയും. യേശുവിൻ്റെതാണ് സഭ. നിങ്ങൾ യേശുവിൻ്റെതാണ്, നിങ്ങൾ കഥാവിൻ്റെയാണ്. ദൈവം നിങ്ങളെ പണിയും. ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന ഈ ദിവസം ഒരുക്കട്ടെ. ദൈവങ്ങളെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. താങ്ക് യു പാസ്റ്റർ ഫോർ ദ ബ്ലെസ്ഡ് വേർഡ്. എത്ര പേർക്ക് ഇന്നത്തെ വചനം അനുഗ്രഹമായി, സ്തോത്രം വചനം അനുഗ്രഹമായി എന്നുള്ളവർക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിൽ നിന്ന് നമ്മൾ കേട്ടത്, പാപം ബന്ധനത്തെ ജീവിതങ്ങളിൽ കൊണ്ടിടുന്നു. അതെ, വ്യക്തികളുടെ ജീവിതത്തിന്മേൽ പാപം ബന്ധനമായി തീരുന്നു. പക്ഷെ ആ പാപത്തിന്റെ ബന്ധനത്തെ പൊട്ടിച്ച ഒരു വ്യക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്. അവന്റെ പേരാകുന്നു യേശു. ആമേൻ. സ്തോത്രം. പാപത്തിന്റെ നുഖത്തെ തകർത്ത് കളഞ്ഞു. എവിടെ? ക്രൂശിങ്കിൽ. ആമേൻ. സ്തോത്രം. നമ്മൾ ജയാളികളാകുവാൻ, ആമേൻ. സ്തോത്രം, പാപത്തിന്റെ അടിമുഖത്തിൽ കിടക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്വാതന്ത്ര്യമാക്കി. അത് യേശുപ്പച്ചൻ നമ്മളെ സ്വാതന്ത്ര്യമാക്കി. പിന്നെയും നമ്മൾ അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് പാപം ചെയ്യരുതെന്നത്ര കർത്താവ് വചനത്തിൽ കൂടി നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ പാപത്തോട് ജയിച്ചു നിൽക്കുവാൻ ആത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിൽ ചോദിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. അവൻ നമ്മളെ ആ പാപത്തിന്റെ ശക്തിയിൽ നിന്നും, ആ അഴുക്ക് ചാലിൽ നിന്നും വിടുവിച്ചെടുത്തത്, ആമേൻ. സ്തോത്രം, ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഒരു കുളപ്പ് പോലും ശേഷിക്കാതെ വണ്ണം നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ 3-ാം ദിന ഉപവാസത്തിന്മേലും നമ്മൾ കേട്ട ദൂത് എന്താ? ആമേൻ. സ്തോത്രം. നമ്മൾ കേട്ട ദൂത്, ആമേൻ. സ്തോത്രം, ക്രിസ്തുയേശുവിന് അനുരൂപരായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ നിലവാരത്തിൽ ഒന്ന് വർദ്ധിച്ചു വരുവാൻ, പാപത്തോട് മരണത്തോളം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ. ആമേൻ. സ്തോത്രം. 1-ാം ആദം പാപം ചെയ്തു. 2-ാം ആദമായ യേശുപ്പച്ചൻ പാപത്തിന്റെ ശക്തിയെ, പാപത്തിന്റെ അധീനതയെ ദൈവം തകർത്തു ക്രൂശിങ്കൽ. നമ്മളിൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാതെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ, ആമേൻ. സ്തോത്രം, ക്രിസ്തു നമ്മൾക്ക് ഇന്ന് രാത്രിയിൽ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ പിന്നെയും ഒരു അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാൻ ഇടവരുത്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി. ഈ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ഈ 3-ാം ദിനത്തിൽ ആയിരുന്ന ദൈവമക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാവ് ഹൃദയമായി കർത്താവെ ഇടപെട്ടതിനായിട്ട് നന്ദി.
അങ്ങയുടെ അഭിഷേകത്തിനെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചതിനായിട്ട് യേശുപ്പനോട് നന്ദി പറയുന്നു. തുടർന്നും കർത്താവെ, അങ്ങയുടെ ഭൃത്യനെ വരുന്ന ദിവസങ്ങളിൽ ഇതിലും അതിശക്തമേറിയ അഭിഷേകത്തോടെ കർത്താവ് ഉപയോഗിക്കണമേ. ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്മേൽ വിടുതലായി കർത്താവെ ഇന്നത്തെ വചനം ഭവിച്ചതിനായിട്ട് നന്ദി. ഭയത്തിന്റെ കീഴിൽ ആയിരുന്ന വ്യക്തികളെ സ്വർഗത്തിന് ദൈവം ഇന്ന് ആ നുകത്തെ ദൈവം തകർത്തതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. പാപത്തിന്റെ നുകത്തിന് കീഴിലായിരുന്ന ചില വ്യക്തികളെ സ്വർഗം ഇന്നത്തെ വചനത്തിൽ കൂടി സ്വാതന്ത്ര്യമാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. ഇന്ന് വചന ശുശ്രൂഷിച്ച അഭിഷിക്തനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ ഭൃത്തിനെയും കുടുംബത്തെയും കരങ്ങളിൽ ഉപയോഗിക്കണം, കർത്താവിന്റെ രക്തത്തിൽ മറയ്ക്കണം, സൂക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മാത്രം കർത്താവിനെ ഞങ്ങൾക്ക് ആ ജീവൻ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, നീയല്ലോ ഓ രാജാവേ വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനം എല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനം എല്ലാം അഴിഞ്ഞിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വാഴണമേ എന്നിൽ. ഓ രാജാവേ വന്നു വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ. നിരാശ നീങ്ങും, വിലാപം മുക്തമായി തീർന്നിടുവേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. തോരങ്ങൾ മാറും, നിരാശ നീങ്ങും, വിലാപം മുക്തമാകും. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. യേശുവേ ഇനി ഞാനെല്ലാം. ഓ രാജാവേ വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ യേശുവേ വാഴണമേ. ഞാനല്ല, നീയല്ലോ രാജാവേ വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ. മാറും ഭാരങ്ങൾ, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നവ്യമ ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാപങ്ങൾ മാറും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം കണ്ടിടും ഞാനാ. നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വാഴണമേ. ഹല്ലേലൂയ. ഓ രാജാവേ വന്നു വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ യേശുവേ വാഴണമേ. ഞാനല്ല, ഓ രാജാവേ വന്നു വാഴണമേ. എന്നിൽ നീയല്ലോ യേശുവേ വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ രാജാവേ വാഴണമേ. എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നു? കർത്താവ് ചോദിക്കുന്ന, മർത്തയുടെ മറിയത്തോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ആ കർത്താവാണ് പുനരുത്ഥാനവും ജീവനും.
സകലത്തിൻ്റെ മേലും ഇന്ന് ജയം നൽകാൻ കഴിയുന്നു. ആരും മരണത്തിൻ്റെ മേൽ ജയമെടുത്തില്ല. അനേക രാജാക്കന്മാർ വന്ന ആർക്കും മരണത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ രാജാതി രാജാവായ യേശു വന്നു, മരണത്തിൻ്റെ മേൽ നമുക്ക് ജയം തന്നു. നിത്യമായി ജീവിക്കുക. യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ, നീ എന്നിൽ വിശ്വസിക്കുക. ആ വിശ്വസിച്ച ആ യേശു അവിടെ പറഞ്ഞു, കല്ലറയ്ക്കകത്ത് കെട്ടപ്പെട്ട ഒരു ലാസറിനെ കഥാവ് പുറത്തു കൊണ്ടുവന്നു. യേശു പറഞ്ഞു, കല്ല് നീക്കുവിൻ. അതെ, ഇന്ന് കല്ലുകളെ നമ്മുടെ മുമ്പിൽ തടഞ്ഞിട്ടിരിക്കുന്ന കല്ലുകളുണ്ടെങ്കിൽ, ചില മരിച്ച അവസ്ഥകളുണ്ടെങ്കിൽ, കർത്താവ് നാറ്റം വച്ച അവസ്ഥകളുണ്ടെങ്കിൽ ആ കല്ല് നീക്കാൻ, വഴികൾ തുറക്കാൻ കഴിയുന്ന ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ നമുക്ക് വേണ്ടിയുണ്ട്. അവിടെ പറയുന്നത്, മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കാലും കയ്യും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു, അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. അതെ, ഈ ദിവസങ്ങളും ചിലരുടെ മുഖം അടയ്ക്കുന്ന അനുഭവങ്ങൾ, ശാരീരികമായി കെട്ടുന്ന അനുഭവങ്ങൾ, അതെ, എവിടെയെല്ലാം കെട്ടിയാലും, എത്ര വലിയ അന്ധകാരത്തിനകത്തുകൊണ്ടിട്ടാലും നമ്മുടെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ ആരാധിക്കുന്നത്. അവിടെ ലാസർ ഉയർത്തെഴുന്നേറ്റ്, പക്ഷേ വീണ്ടും ഭൂമിയിലേക്ക് പോയി മരിച്ചു മണ്ണടിഞ്ഞു. ഇനി ലാസർ എഴുന്നേൽക്കും. യേശു വരുമ്പോൾ യേശു ആമേൻ ഭൂമിയിലേക്ക് പോയി, പക്ഷേ യേശു എഴുന്നേറ്റു. ഇനി മരണത്തിന് അവൻ്റെ മേൽ ക്ഷയമില്ല, ഇനി ന്യായവിധിക്ക് അവൻ്റെ മേൽ ക്ഷയമില്ല. അവനാണ് കഥാവാണ് ന്യായം വിധിക്കുന്നവൻ. അതേ, ഈ ദിവസങ്ങളിലും കല്ലറകളെ ഭേദിച്ച്, കരിങ്കൽ ഭിത്തികളെ ഭേദിച്ച്, റോമൻ എംപീതിൽ മുദ്രകളെ തകർത്ത് ദൈവസന്നിധിയിലേക്ക് അവൻ കയറിപ്പോയെങ്കിൽ നമ്മളെ ഈ ദിവസങ്ങളിൽ നിത്യതയിൽ എത്തിക്കുവാൻ ആ കർത്താവ് പുനരുത്ഥാനവും ജീവനുമായവൻ ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. അതെ, നമുക്ക് ഈ ദിവസം കർത്താവിനോട് വാഴുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് യേശു പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്തോത്രം. യേശു പറയുന്നത്, ഞാനാണ് ആൽഫ, ഞാനാണ് ഒമേഗ, ഞാനാണ് തുടക്കം, ഞാനാണ് ഒടുക്കം. തുടങ്ങിയ ദൈവം പൂർത്തീകരിക്കും കേട്ടോ. വിശ്വാസ പറ, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എൻ്റെ ജീവിതത്തിന് മേലുള്ള പ്രവൃത്തിയെ വെളിപ്പെടുത്തും. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വെള്ളിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും സഹവാസവും ശക്തിയും നമ്മുടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്ക് ഇരിക്കുമാറാകട്ടെ. ക്രിസ്തു മുഖാന്തരം ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ, മാരാനാഥ. ദൈവത്തിന് സമാധാനം, ശാലോം നമ്മുടെ കൂടെ ഇരിക്കുമാറാണ്. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് വീണ്ടും നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.